hello, good evening മക്കളെ. So welcome back to our biology classes. നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ കുറേ മൂവ് ഓൺ ചെയ്തു. ലീഫ് എന്താ, സ്റ്റെം എന്താണ്, റൂട്ട് എന്താണ്, അതിലെ കുറേ വേരിയേഷൻസും അവരുടെ മോഡിഫിക്കേഷൻസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് വി ഹാവ് എൻറ്റേർഡ് ടു ദ ഇൻഫ്ലോറസെൻസ്, റൈറ്റ്? സോ ഇൻഫ്ലോറസെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ റെസിമോസ് ആൻഡ് സൈമോസ് ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വി ഹാവ് എൻറ്റേർഡ് ടു ദ പാർട്ട് ഫ്ലവർ. നമ്മൾ ഫ്ലവർ എന്നുള്ള പാർട്ടിലോട്ട് കടന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൽ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇഫ് യു ആർ ടേക്കിംഗ് എ ഫ്ലവർ ആസ് ആൻ എക്സാമ്പിൾ, അതിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. നമ്മളൊരു ഫ്ലോറൽ ഫോമുല പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ് ഫ്ലോറൽ ഫോമുല, അല്ലെങ്കിൽ അതിൽ ഓരോ ഈച്ച് ആൻഡ് എവറി റെപ്രസെൻറ്റേഷൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾക്ക് അതിൽ ഉപയോഗിക്കുന്ന ഓരോ റെപ്രസെൻറ്റേഷൻ സിമ്പിൾസും അറിയണം. സോ ഈച്ച് ആൻഡ് എവറി റെപ്രസെൻറ്റേഷൻ സിമ്പിൾസ് നമ്മളിവിടെ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബൈസെക്ഷൽ എന്താണ്, യൂണിസെക്ഷൽ എന്താണ്, സ്റ്റേമൻസ് മാത്രമുള്ളവർ, കാർപ്പൽസ് മാത്രമുള്ളവർ, സ്റ്റേമനും കാർപ്പലും രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർ എന്താണ് പറയുക, ബൈസെക്ഷൽ, യൂണിസെക്ഷൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ കൈൻഡ് ഓഫ് സിമെട്രി ദ ഫ്ലവേഴ്സ് ഷോസ്. ഓക്കെ, ഈ ഫ്ലവേഴ്സിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ സിമെട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. പിന്നെ ലാസ്റ്റ് വൺ ദ അസിമെട്രി, റൈറ്റ്? ഇങ്ങനെ 3 കൈൻഡ്സ് ഓഫ് സിമെട്രിക്കൽ വേരിയേഷൻസ് നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഹിയർ ഫോർ ദ പ്ലാന്റ്സ്, ഇൻ കേസ് ഓഫ് ഫ്ലവർ, നമ്മൾ ഫ്ലവറിനെ എടുക്കുന്ന സമയത്തും അവിടെ സിമെട്രീനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. സോ സിമെട്രി ഫ്ലവേഴ്സിൻ്റെ കേസിൽ നമ്മൾക്ക് 2 ടൈപ്പാണുള്ളത്. ദാറ്റ് ഈസ് ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക് സിമെട്രിയാണ് കാണിക്കുന്നത്. സോ ഒന്നും കൂടെ പറയണം മക്കളെ, സിമെട്രി വേരിയേഷൻസ് ഫ്ലവറിൽ 2 ടൈപ്പാണ്. ദാറ്റ് ഈസ് ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക്. ക്ലിയർ? എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലോറൽ ഫോമുല പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ എൻഡിൽ നമുക്ക് ഫ്ലോറൽ ഫോമുല പഠിക്കുമ്പോൾ അതിൽ ആക്ടിനോമോർഫിക് ആണ്. ഇപ്പോൾ സൊളനേസിയ എടുക്കുമ്പം, ലിലിയേസിയ എടുക്കുമ്പം അത് സൈഗോമോർഫിക് ആണോ ആക്ടിനോമോർഫിക് ആണോ, ഫബേസിയ എടുക്കുമ്പം അത് സൈഗോമോർഫിക് ആണോ ആക്ടിനോമോർഫിക് ആണോ എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആ ഒരു സമയത്ത് എന്താണ് ആക്ടിനോമോർഫിക്, എന്താണ് സൈഗോമോർഫിക്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഫ്ലവറിന് ഇപ്പം സപ്പോസ് ഫെബേസിയ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ പഠിക്കുമ്പം ആ ഒരു ഫ്ലോറൽ ഫോമുലേനെ പറ്റിയിട്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള പി ആലോചിക്കുക. ഓക്കെ, പി പ്ലാന്റ് ആലോചിക്കുക. ലിലിയേസിയനെ പറ്റിയിട്ട് പഠിക്കുമ്പം ലിലി എന്നുള്ള ഫ്ലവറിനെ പറ്റിയിട്ട് ആലോചിക്കുക. സൊളനേസിയനെ പറ്റി, സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ പൊട്ടാറ്റോ, ഓക്കെ, ടൊമാറ്റോ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമെട്രി കിട്ടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്തിനാണ് സിമ്പിൾസിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനിലുള്ള ആൻസറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കുറേ പേർക്കുള്ള ഡൗട്ടാണ് എന്തിനാ ഇത് ഇങ്ങനെ ഇൻഡിവിജ്വലി പഠിക്കുന്നത് എന്നുള്ളത്. ഇപ്പം മനസ്സിലായല്ലോ മക്കളെ? സോ നൗ വി ഹാവ് ടു മൂവ് ഫോർ ദ സിമെട്രി, റൈറ്റ്? In symmetry, the flower may be actinomorphic or it may be zygomorphic. ഞാൻ മുന്നേ പറഞ്ഞു ആനിമൽ കിങ്ഡത്തിൽ റേഡിയൽ സിമെട്രി ഉണ്ടായിരുന്നു, ബൈലാറ്ററൽ സിമെട്രി ഉണ്ടായിരുന്നു. ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഈക്വൽ സിമെട്രി കിട്ടുന്നത്. റേഡിയൽ സിമെട്രി എന്ന് വെച്ചാൽ എനി പ്ലെയിൻ, ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന് ഈക്വൽ ഹാഫ്സ് കിട്ടും. അതായിരുന്നല്ലോ റേഡിയൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ബൈലാറ്ററൽ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. സോ ദാറ്റ് ഓൺലി ഹിയർ ഓൾസോ മീൻസ് ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക്. ആക്ടിനോമോർഫിക് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി. ആക്ടിനോമോർഫിക് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി. സൈഗോമോർഫിക് ആണ് മക്കളെ ഇവിടുത്തെ ബൈലാറ്ററൽ സിമെട്രി. എന്താണ്? ബൈലാറ്ററൽ സിമെട്രി. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. സി, ആക്ടിനോമോർഫിക് എന്താണ് മക്കളെ? ആക്ടിനോമോർഫിക്. സോ ആക്ടിനോമോർഫിക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയോ മക്കളെ? മാറിപ്പോവരുത്. അത് ഓർത്ത് വെക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കൊരിക്കലും മാറിപ്പോകത്തില്ല. ഇതാണ് മക്കളെ ആക്ടിനോമോർഫിക്. ക്ലിയർ ആയല്ലോ? എന്താണ് സൈഗോമോർഫിക്? സൈഗോമോർഫിക് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ബൈലാറ്ററൽ സിമെട്രി. സൈഗോമോർഫിക് എന്ന് വെച്ചാൽ എന്താണ്? ബൈലാറ്ററൽ സിമെട്രി. സി, സെഡ് നമ്മൾ എങ്ങനെ മക്കളെ എഴുതുക? ഇങ്ങനെയല്ലേ നമ്മൾ സെഡ് എഴുതുക? ഇങ്ങനെയല്ലേ സെഡ് എഴുതുക? സോ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോ. ഇതിൻ്റെ സിമ്പിൾ ഇതാണ്. പെർസെൻറ്റേജ് ആണ് മക്കളെ സൈഗോമോർഫിക്കിൻ്റെ സിമ്പിൾ. ഞാൻ എപ്പോഴും ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കൽ, നമ്മൾ സെഡ് എഴുതുന്ന രൂപം ഇങ്ങനെയാണ്. സോ ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നല്ലേ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലേ?
അപ്പം ഇതായിരിക്കും എന്ത് സൈഗോമോർഫിക്കിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ നോക്കിയല്ലേ? സിമ്പിൾസ് മറക്കില്ലല്ലോ മക്കളെ. സോ ദിസ് ഈസ് ആക്ടിനോമോർഫിക് ആൻഡ് ദിസ് ഈസ് സൈഗോമോർഫിക്. ക്ലിയർ? എല്ലാവർക്കും കത്തിയെന്ന് വിചാരിക്കുന്നു. സോ നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് തന്നെ. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾസ് ഇല്ലാണ്ട് മോർഫോളജി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ട് എവർ ദേ ആർ ആസ്കിങ് ദേ ക്യാൻ ആസ്ക് വിത്ത് എക്സാമ്പിൾസ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. മസ്റ്റർഡ് അവിടെ വരുമോ, ബ്രിഞ്ചാൾ ഇവിടെ വരുമോ, ടൊമാറ്റോ അവിടെ വരുമോ, ലൈക്ക് വീറ്റ് പ്ലാന്റ് ഉണ്ട്, മസ്റ്റാർഡ് ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് വരിക? ഏതൊക്കെയാണ് ആക്ടിനോമോർഫിക് കാണിക്കുന്നത്, ഏതൊക്കെയാണ് സൈഗോമോർഫിക് കാണിക്കുന്നത്, ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അഡ്വാൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം, ഇവരൊക്കെ ആരാ കാണിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻസ് വരാണ്ടിരിക്കാനാണ് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓരോന്നും സിംപ്ലി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചിട്ട് വായിച്ചു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്യുക. ഓക്കെ, then it will be clear for you. So here, when a flower can be divided into two equal radial halves in any radial plane. ഞാൻ പറഞ്ഞു തന്നതാണ്, ഏതൊരു റേഡിയൽ പ്ലെയിനിലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ട് എങ്കിൽ that is known as actinomorphic. Actinomorphic means which shows the radial symmetry. Clear അല്ലേ മക്കളെ? സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് മസ്റ്റർഡ് പ്ലാന്റ്, ഡെറ്റ്യൂറ, ചില്ലി. മസ്റ്റാർഡ്, ഡെറ്റ്യൂറ ആൻഡ് ചില്ലി, അതാണ് ആക്ടിനോമോർഫിക്കിൻ്റെ എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? ആക്ടിനോമോർഫിക്കിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? മസ്റ്റാർഡ്, ഡെറ്റ്യൂറ ആൻഡ് ചില്ലി. ക്ലിയർ അല്ലേ മക്കളെ? സോ if this can be divided into two similar halves only in one particular vertical plane, ഒരു സിംഗിൾ വെർട്ടിക്കൽ പ്ലെയിനിൽ മാത്രമേ ഇവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എങ്കിൽ it is known as bilateral symmetry. And bilateral symmetry is also known as zygomorphic in case of flowers. ഫ്ലവേഴ്സിൻ്റെ കേസിൽ we can say it as zygomorphic. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഗുൽമോഹർ, പി, ബീൻ, കാസിയ. ഗുൽമോഹർ, പി, ബീൻ ആൻഡ് കാസിയ. സോ ഇവിടെ നമ്മളിപ്പം ഒരു 6 to 7 എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തേത് ആക്ടിനോമോർഫിക്. ആക്ടിനോമോർഫിക് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയൽ സിമെട്രി വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ എനി റേഡിയൽ പ്ലെയിൻസ് ഇൻറ്റു ഈക്വൽ ഹാഫ്സ്, ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? അതിൻ്റെ എക്സാമ്പിൾസ് എന്തായിരുന്നു മക്കളെ? മസ്റ്റാർഡ്, ഡെറ്റ്യൂറ ആൻഡ് ചില്ലി. മസ്റ്റാർഡ്, ഡെറ്റ്യൂറ ആൻഡ് ചില്ലി. ആൻഡ് ഇഫ് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു equal halves only in one vertical plane, it is known as bilateral symmetry and it is also known as zygomorphic. Clear ആയല്ലോ മക്കളെ? അതിൻ്റെ എക്സാമ്പിൾ ആണ് പി, ബി, ഗുൽമോഹർ, കാസിയ. പി, ബി, ഗുൽമോഹർ, കാസിയ. ക്ലിയർ ആയോ? ഇതാ ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോൾ പീസ് അല്ലെങ്കിൽ ബീൻസ് ഇതിൻ്റെയൊക്കെ കേസിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് രൂപത്തിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടുമോ? കിട്ടില്ല. റൈറ്റ്? ഇപ്പോൾ പീസ് എന്ന് പറയുമ്പം ഇങ്ങനത്തെ ഒരു രൂപമാണ് ഉണ്ടാവുക. റൈറ്റ്? ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്താലും ഇങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ഓക്കെ, അതിന് സിംപ്ലി ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മക്കളെ അതിനെ ആക്ടിനോമോർഫിക് എന്ന് വിളിക്കുന്നത്. ആക്ടിനോമോർഫിക് അല്ല, സൈഗോമോർഫിക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ അഗെയിൻ ഐ എം സേയിങ് ദാറ്റ് സൈഗോമോർഫിക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? പെർസെൻറ്റേജിലാണ്. ഓക്കെ, സൈഗോമോർഫിക്. ആക്ടിനോമോർഫിക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? ദാറ്റ് ഈസ് ഈ ഒരു സിമ്പിളാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിമ്മെട്രിയിൽ പഠിക്കാനുള്ളത്. ഇനി 2 കൈൻഡ് ഓഫ് സിമ്മെട്രി മാത്രമല്ല നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എസിമെട്രിയും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എസിമെട്രിക്കൽ ആയിട്ടുള്ളത് ആരായിരുന്നു? ഫൈലം പോറിഫെറ. ഇത് നമ്മൾ അവിടെ പറഞ്ഞ കാര്യമാണ്. സോ ഇവിടെ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിലെടുക്കുമ്പം, ഫ്ലവേഴ്സിൻ്റെ കേസിലെടുക്കുമ്പം നമുക്ക് എസിമെട്രി ഉണ്ട്. ദാറ്റ് ഈസ് if it cannot be divided into two similar halves by any vertical plane passing through the center, it is known as asymmetry. Clear ആണല്ലോ? അതിൻ്റെ എക്സാമ്പിൾ ആണ് മക്കളെ ക്യാന. അതിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? ക്യാന. ക്ലിയർ ആണല്ലോ? ഇനി മറക്കത്തില്ലല്ലോ മക്കളെ? സോ എക്സാമ്പിൾസ് എല്ലാവരും ഓർത്തു വെക്കണം. എന്തൊക്കെയായിരുന്നു എക്സാമ്പിൾസ്? ഡെറ്റ്യൂറ, മസ്റ്റർഡ്, ചില്ലി, പി, ബീൻ, കാസിയ, ഗുൽമോഹർ ആൻഡ് ക്യാന. ഇത്രയാണ് നമുക്ക് സിമ്മെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ അടുത്ത നമ്മൾ പറയുന്നത് ഇവരുടെ ഫ്ലോറൽ അപ്പൻഡേജസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
ഓക്കെ, ഇവരുടെ ഫ്ലോറൽ അപ്പൻഡേജസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സിനെ ട്രൈമീറസ് എന്നും ടെട്രാമീറസ് എന്നും അതുപോലെ തന്നെ പെൻറ്റാമീറസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ട്രൈമീറസ്, ടെട്രാമീറസ്, പെൻറ്റാമീറസ്. വെൻ ദിസ് ഫ്ലോറൽ അപ്പൻഡേജസ് ആർ ഇൻ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ട്രൈമീറസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഓഫ് 4 ആണെന്നുണ്ടെങ്കിൽ ടെട്രാമീറസ്, 5 ആണെന്നുണ്ടെങ്കിൽ പെൻറ്റാമീറസ്. അതൊന്നും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര, 5 ആണെങ്കിൽ പെൻറ്റ എന്നൊക്കെ. സോ ഇഫ് ദെയർ ഫ്ലോറൽ അപ്പൻഡേജസ് ആർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ട്രൈമീറസ്. അതർവൈസ് 4 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടെട്രാമീറസ്. 5 ദറ്റ് ഈസ് പെൻറ്റാമീറസ്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ. ആൻഡ് ഇഫ് ദിസ് ഫ്ലവേഴ്സ് വിത്ത് ബ്രാക്ട്സ് റെഡ്യൂസ്ഡ് ലീഫ് found at the base of the pedicel are called bracteate. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് വേർഡ് ആണ് മക്കളെ ബ്രാക്ടിയേറ്റും എബ്രാക്ടിയേറ്റും. സോ ബ്രാക്ടിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ we will represent it as like this, capital B and small letter R. ഓക്കെ, നമ്മളിങ്ങനെയാണ് ഫ്ലോറൽ ഫോമുലയിലൊക്കെ കാണപ്പെടുന്നത്. ബ്രാക്ടിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ബ്രാക്ടിയേറ്റ് എന്ന് വെച്ചാൽ ഇഫ് ദെയർ ഫ്ലവേഴ്സ് വിത്ത് ബ്രാക്ട്സ്, അതായത് ബ്രാക്ട് റെഡ്യൂസ്ഡ് ലീഫ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബ്രാക്ടിയേറ്റ് എന്ന് വിളിക്കും. അതെവിടെ കാണാം? പെഡിസലിൻ്റെ ബേസിലായിട്ട് അവർക്ക് ബ്രാക്ട് റെഡ്യൂസ്ഡ് ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ബ്രാക്ടിയേറ്റ്. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഇബ്രാക്ടിയേറ്റ്. ഇഫ് ദാറ്റ് ബ്രാക്ട് ഈസ് ആബ്സെൻറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഇബ്രാക്ടിയേറ്റ്. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വേർഡ് ആണ്. സോ ഇപ്പോൾ നമ്മൾ ഫ്ലവർ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ അവരുടെ ഫ്ലോറൽ അപ്പൻഡേജസിനെ ബേസ് ചെയ്തിട്ട് ട്രൈമീറസ് ആണോ, ടെട്രാമീറസ് ആണോ, പെൻറ്റാമീറസ് ആണോ നോക്കാൻ പഠിച്ചു. സിമെട്രി പഠിച്ചു, വെദർ ഇറ്റ് ഇസ് എസിമെട്രിക് ആണോ, സൈഗോമോർഫിക് ആണോ, അതുപോലെ തന്നെ ആക്ടിനോമോർഫിക് ആണോ എന്ന്. ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് റേഡിയൽ ഓർ ബൈലാറ്ററൽ സിമെട്രി ഓർ അസിമെട്രി. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂണിസെക്ഷൽ ആണോ അതേപോലെ തന്നെ ബൈസെക്ഷൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് കാലിക്സ്, കൊറോള, അതുപോലെ തന്നെ ആൻഡ്രീഷ്യം എന്നീ സംഭവങ്ങളുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ആലോചിക്കണം. എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. എന്തിൻ്റെ ബേസിസിലാണ് ഒരു ഫ്ലവറിനെ നമ്മൾ ഹൈപ്പോഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവർ എന്നിങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ വന്നാൽ you have to think that based on the position of what? Based upon the position of calyx, corolla and androecium in respect of the ovary on thalamus. തലാമസിലാണ് മക്കളെ എന്തുണ്ടാവുന്നത്? ഓവറി ഉണ്ടാവുക. ഈ ഓവറീനെ ബേസ് ചെയ്തിട്ട് അവരുടെ കാലിക്സ്, കൊറോള, അതുപോലെ തന്നെ ആൻഡ്രീഷ്യം ഇതൊക്കെ എവിടെയാണ്, ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ബേസിസിൽ നമുക്ക് വീണ്ടും ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മക്കളെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പൊസിഷൻ, അതായത് ഫ്ലവേഴ്സിലെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഇത് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഓവറി, തലാമസിലുള്ള ഓവറിനെ ബേസ് ചെയ്തിട്ട് ഇവരുടെയൊക്കെ പൊസിഷൻ എവിടെയാ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഈ ഒരു പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണോ അല്ലെങ്കിൽ അവർ എപ്പിഗൈനസ് ആണോ പെരിഗൈനസ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പറയാം. ക്ലിയർ ആണോ? അത് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ PYQs എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം, അതല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും വരാം. എക്സാമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ ആണോ? ഇവിടുത്തെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കളെല്ലാവരും അത് നോക്കണം. സോ എന്താണ് മക്കളെ ഹൈപ്പോഗൈനസ്? ഏത് പൊസിഷനിൽ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഇരിക്കുമ്പോഴാണ് നമ്മളൊരു ഫ്ലവറിനെ ഹൈപ്പോഗൈനസ് എന്ന് വിളിക്കുക? അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ നമ്മളുടെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഇരിക്കുമ്പോഴാണ് മക്കൾ നമ്മൾ പെരിഗൈനസ്, എപ്പിഗൈനസ് എന്നിങ്ങനെയൊക്കെ വിളിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ഇതോടുകൂടെ ഇത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വീണ്ടും ഒന്നും കൂടെ പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല, ഇപ്പോൾ ഇത് പഠിക്കണം നമ്മൾ. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ ഇല്ലേ? ഉറങ്ങുന്നൊന്നുമില്ലല്ലോ ആരും മക്കളെ? സോ ലുക്ക് അറ്റ് ദസ്. ഇഫ് ദസ് ഫ്ലവേഴ്സ് ഇൻ ദ ഹൈപ്പോഗൈനസ് കേസ്, ഓക്കെ, ഒരു ഹൈപ്പോഗൈനസ് ഫ്ലവറിൻ്റെ കണ്ടീഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. See, hypogynous flower ആണെങ്കിൽ how we can understand that? That is, gynoecium occupies at the highest position. Hypogynous, ഹൈപ്പിൽ നിൽക്കുക എന്നൊക്കെ പറയൂലേ നമ്മൾ. അവന് ഭയങ്കര ഹൈപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് ഭയങ്കര ഹൈപ്പാണെന്നൊക്കെ പറയില്ല. എന്താ ഹൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭയങ്കര ഹയസ്റ്റ് പൊസിഷനിലാണെന്ന് നമ്മൾ പറയും. സോ അതാലോചിച്ചാൽ മതി നിങ്ങൾ. ഹൈപ്പോഗൈനസ് ഫ്ലവറിനെ സംബന്ധിച്ച് അവരുടെ ഗൈനീഷ്യം എവിടെയായിരിക്കും മക്കളെ? ഹയസ്റ്റ് പൊസിഷനിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ഹൈപ്പോഗൈനസ് ഫ്ലവർ ദ ഗൈനീഷ്യം ഓക്യുപ്പൈസ് അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ. ഗൈനീഷ്യം ഓക്യുപ്പൈസ് അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ വൈൽ അതർ പാർട്സ്, അതായത് ഗൈനീഷ്യം ഒഴികെയുള്ള ബാക്കി കാലിക്സ് ആണെങ്കിലും കൊറോള ആണെങ്കിലും ബാക്കി എല്ലാവരും സിറ്റുവേറ്റഡ് ബിലോ ഇറ്റ്, ഈ ഗൈനീഷ്യത്തിൻ്റെ താഴെയായിരിക്കും മക്കളെ കാണുന്നത്.
ക്ലിയർ ആണോ? ഗൈനീഷ്യം വിൽ ബി അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ. ഇനി ബാക്കിയുള്ളവരൊക്കെ ഈ പറയുന്ന ഗൈനീഷ്യത്തിൻ്റെ താഴെ ആയിരിക്കും കാണാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോൾ എന്താണ് ഹൈപ്പോഗൈനസ് ഫ്ലവറിൻ്റെ പൊസിഷൻ? എങ്ങനെയാണ് പൊസിഷൻ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണ് എന്ന് പറയാൻ പറ്റുക? മക്കൾ എൻ്റെ കൂടെ പറഞ്ഞേ. ഗൈനീഷ്യം വിൽ ബി അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ ആൻഡ് ഓൾ അതർ പാർട്സ് വിൽ ബി ബിലോ ഇറ്റ്. ബാക്കി എല്ലാ പാർട്സും അതിൻ്റെ താഴെ ആയിരിക്കും, ഗൈനീഷ്യം മാത്രം ഹയസ്റ്റ് പൊസിഷനിലായിരിക്കും. അങ്ങനത്തെ ഫ്ലവേഴ്സിനെയാണ് മക്കളെ നമ്മൾ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയാം. ആൻഡ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സെയിങ് അബൌട്ട് ദ ഓവറി. ക്ലിയർ? എവിടെയാണ് മക്കളെ ഓവറി ഉണ്ടാവുക? ഓവറി വിൽ ബി സിറ്റുവേറ്റഡ് ഓൺ ദ തലാമസ്. സോ ദ ഓവറി ഇൻ സച്ച് ഫ്ലവേഴ്സ് ഈസ് സെഡ് ടു ബി സുപ്പീരിയർ. സോ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൻ്റെ കേസിൽ ഓവറി എങ്ങനത്തെ പൊസിഷനിലാണെന്നാണ് നമ്മൾ പറയുക? ഇറ്റ് വിൽ ബി സുപ്പീരിയർ. എന്താണ് മക്കളെ പറയുക? ഇറ്റ് വിൽ ബി സുപ്പീരിയർ. അതിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റാർഡ്, ചൈന റോസ് ആൻഡ് ബ്രിഞ്ചാൾ. ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾ എന്താണ്? മസ്റ്റാർഡ്, ചൈന റോസ് ആൻഡ് ബ്രിഞ്ചാൾ. ക്ലിയർ ആയോ മക്കളെ? മസ്റ്റാർഡ്, ചൈന റോസ് ആൻഡ് ബ്രിഞ്ചാൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഗൈനീഷ്യത്തിൻ്റെ പൊസിഷൻ ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ എവിടെയാണ്? ദാറ്റ് ഈസ് അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ. ഈ ഗൈനീഷ്യം ഹയസ്റ്റ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും എവിടെയായിരിക്കും? അതിൻ്റെ ബിലോ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ആൾ അതർ പാർട്സ് ആർ സിറ്റുവേറ്റഡ് ബിലോ ദിസ് ഗൈനീഷ്യം. ക്ലിയർ? ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് അവരുടെ ഓവറിനെ പറ്റിയിട്ട് പറയുന്നതാണ്. സോ ഓവറിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്ത് വെച്ചോ. ഓവറിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറി ഇസ് സുപ്പീരിയർ. ഓവറി ഏത് കേസിലാണ് മക്കളെ പറയാ? ദാറ്റ് ഈസ് സുപ്പീരിയർ. ക്ലിയർ ആണല്ലോ? ഈ ഓവറിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല PYQസിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓവറി സുപ്പീരിയർ ആണ്, ഹാഫ് ഇൻഫീരിയർ ആണ്, ഇൻഫീരിയർ ആണ്. ഈ 3 കേസിൽ ഏതാണ് ഹൈപ്പോഗൈനസ്, ഏതാണ് പെരിഗൈനസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പഠിക്കാൻ വളരെ ഈസിയാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ഹൈപ്പോഗൈനസിൻ്റെ കേസിൽ ഗൈനീഷ്യം ഹയസ്റ്റ് പൊസിഷനിലാണ്, ഓവറി സുപ്പീരിയർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആയോ മക്കളെ? സോ ഇതോടുകൂടെ നമ്മളുടെ ഹൈപ്പോഗൈനസ് കണ്ടീഷൻ കഴിഞ്ഞു. ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ പെരിഗൈനസ്. എന്താണ് പെരിഗൈനസ്? സോ പെരിഗൈനസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് മക്കളെ? അതിൻ്റെ ഗൈനീഷ്യം എവിടെ സിറ്റുവേറ്റ് ചെയ്തെന്നുള്ളത്. നമ്മൾ ഹൈപ്പോയിൽ ഗൈനീഷ്യം ഹയസ്റ്റിലാണ്, അങ്ങനെയെങ്കിൽ പെരിഗൈനസിൽ ഗൈനീഷ്യം വിൽ ബി സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ പോർഷൻ. സോ ദ ഗൈനീഷ്യം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെൻറ്റർ ആൻഡ് ആൾ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ ആർ ലൊക്കേറ്റഡ് ഓൺ ദ റിം ഓഫ് ദ തലാമസ്. തലാമസിൻ്റെ റിമ്മിലായിട്ടാണ് മക്കളെ ബാക്കി എല്ലാ പാർട്സും കാണുന്നത്. ക്ലിയർ ആണോ? തലാമസിൻ്റെ റിമ്മിലായിട്ടാണ്. റിം എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ സർക്കംഫറൻസ്, റൈറ്റ്? ആ ഒരു റിം പോർഷൻ, തലാമസിൻ്റെ റിം പോർഷനിലാണ് മക്കളെ ബാക്കി എല്ലാ പാർട്സും സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഗൈനീഷ്യം വിൽ ബി സിറ്റുവേറ്റഡ് ഇൻ ദ സെൻറ്റർ. അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. ഗൈനീഷ്യം എവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? സെൻറ്ററിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾ അതർ പാർട്സ് വിൽ ബി ഓൺ ദ റിം ഓഫ് ദി തലാമസ്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ പെരിഗൈനസ് കണ്ടീഷൻ. തീർന്നോ? ഇല്ല, നമ്മൾ ഗൈനീഷ്യം പഠിച്ചു ആൻഡ് ഓൾ അതർ പാർട്സ് എവിടെയാണെന്നുള്ളത് പഠിച്ചു. മൂന്നാമത് ആരായിരിക്കും? നമ്മളുടെ ഓവറി. സോ ഹിയർ ദ ഓവറി ഈസ് സിറ്റുവേറ്റഡ്, ദ ഓവറി ഈസ് നോൺ ആസ് ഹാഫ് ഇൻഫീരിയർ. ഓവറി എവിടെയായിരിക്കും? അതിൻ്റെ പൊസിഷനിങ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് ഹാഫ് ഇൻഫീരിയർ. ഓവറി എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക? ഹാഫ് ഇൻഫീരിയർ. ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മളുടെ ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, അതിൽ ഓവറി സുപ്പീരിയർ ആയിരുന്നു, ഗൈനീഷ്യം ഹയസ്റ്റ് പൊസിഷനിലായിരുന്നു. സെക്കൻഡ് വൺ പെരിഗൈനസ്. പെരിഗൈനസ് കണ്ടീഷനിൽ അതിൻ്റെ ഓവറി എന്ന് പറയുന്നത് ഹാഫ് ഇൻഫീരിയർ ആണ്, ഗൈനീഷ്യം സെൻറ്ററിലാണ്. പഠിക്കാൻ ഈസിയാണ്. ഗൈനീഷ്യം സെൻറ്ററിലാണ്. സെൻറ്റർ എന്ന് പറയുമ്പോൾ ഹാഫ്. ക്ലിയർ അല്ലേ? സോ ഓവറി വിൽ ബി ഹാഫ് ഇൻഫീരിയർ. ഇനി അതിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ പഠിക്കാൻ അതിലേറെ ഈസിയാണ്. പെരിഗൈനസ് സ്റ്റാർട്ട്സ് വിത്ത് പി. സോ അതിൻ്റെ എക്സാമ്പിൾസ് പ്ലം, പീച്ച്, റോസ്. അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ അങ്ങോട്ട് പഠിച്ചോ. പെരിഗൈനസിൻ്റെ എക്സാമ്പിൾ എന്താണ് മക്കളെ? പ്ലം, പീച്ച്, റോസ്. ക്ലിയർ ആണോ? സി പ്ലം, പീച്ച്, റോസ്. പെരിഗൈനസിൻ്റെ എക്സാമ്പിൾ എന്താണ്? പ്ലം, പീച്ച്, റോസ്. ആ ഒരു ഓർഡറിൽ അങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മറക്കില്ല. ക്ലിയർ ആണോ? പെരിഗൈനസ്, പ്ലം, പീച്ച്, റോസ്. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇതോടുകൂടെ നമ്മളുടെ എന്തും കഴിഞ്ഞു? പെരിഗൈനസ് കണ്ടീഷനും കഴിഞ്ഞു. ദി സെക്കൻഡ് വൺ വാസ് പെരിഗൈനസ് കണ്ടീഷൻ. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്, ദാറ്റ് ഈസ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ്. എന്താണ് മക്കളെ എപ്പിഗൈനസ് ഫ്ലവർ? സി ദ മാർജിൻ ഓഫ് ദ തലാമസ് ഗ്രോസ് അപ്വേർഡ് എൻക്ലോസിങ് ദ ഓവറി കംപ്ലീറ്റ്ലി. ഫസ്റ്റിൽ നമ്മൾ ഓവറി സുപ്പീരിയർ ആയിരുന്നു, പിന്നീട് അത് ഓവറി ഇൻഫീരിയർ ആയി, ഹാഫ് ഇൻഫീരിയർ ആയി. ഇനി ദ തേർഡ് വൺ, ദാറ്റ് ഈസ് എപ്പിഗൈനസ് കണ്ടീഷനിൽ ദ ഓവറി വിൽ ബി കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ്. ഓക്കെ, ഓവറിനെ കംപ്ലീറ്റ്ലി ബാക്കി പാർട്സ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഓവറി എന്താണ്?
ഇൻഫീരിയർ ആണ്. ഹാഫ് ആണോ? അല്ല, ഹാഫ് എവിടെയായിരുന്നു? പെരിയിലായിരുന്നു. എപ്പിഗൈനസിലോട്ട് എത്തുമ്പം ഓവറി വിൽ ബി ഇൻഫീരിയർ. ഓവറി കംപ്ലീറ്റ്ലി എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഇൻഫീരിയർ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ മക്കളെ? ആൻഡ് ഗെറ്റിംഗ് ഫ്യൂസ്ഡ് വിത്ത് ഇറ്റ്. ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് ദ തലാമസ് മാർജിൻ. ക്ലിയർ? അത് നമുക്ക് ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ അറൈസ് അബവ് ദ ഓവറി. ബാക്കി പാർട്സ് ഒക്കെ ഈ ഓവറിയുടെ മേലൊക്കെയാണ് മക്കളെ അറൈസ് ചെയ്യുക. ഓക്കെ, കാരണം എന്താ? ഓവറി ഇൻഫീരിയർ ആണ്. ഇപ്പോൾ ഞാൻ പറയാം, സി ഇതാണ് ഓവറി, ദിസ് ഇസ് ദ ഓവറി. ഇതിങ്ങനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതകത്തും ബാക്കി പാർട്സ് ഒക്കെ ഇതിൻ്റെ മേലോട്ട് അറൈസ് ചെയ്യലേ ചെയ്യാം. ക്ലിയർ ആയോ എന്താ പറയുന്നത് എന്നുള്ളത്? സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എപ്പിഗൈനസ്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എപ്പിഗൈനസ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞു ഓവറി ഈസ് ഇൻഫീരിയർ ആണെന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് ആണ് ഗുവാവ, ക്യൂക്കുംബർ ആൻഡ് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. ഗുവാവ, ക്യൂക്കുംബർ ആൻഡ് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. ക്ലിയർ ആണോ മക്കളെ? 3 എക്സാമ്പിൾസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഗുവാവ, ക്യൂക്കുംബർ ആൻഡ് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ. ഇനി ഡൗട്ട്സ് ഒന്നും പാടില്ല. ഞാൻ വീണ്ടും പറയുവാണ്, പഠിക്കാൻ നല്ല ഈസിയാണ്. ഹൈ ഗൈനീഷ്യം ഹയസ്റ്റ് പൊസിഷനിലാണ്, ഓവറി സുപ്പീരിയർ ആണ്, ആൻഡ് സോ ഓൺ. അടുത്തത് പെരിഗൈനസ് ആണ്. പെരിഗൈനസിൽ ഗൈനീഷ്യം സെൻറ്ററിലാണ്. സെൻറ്ററിലാകുമ്പം ഓവറി ഹാഫ് ഇൻഫീരിയർ ആയിരിക്കും. ദാറ്റ്സ് ഓൾ. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് പ്ലം പീച്ച് റോസ് ആണ്. പെരിഗൈനസ്, പി സ്റ്റാർട്ട്സ് വിത്ത് പി, പ്ലം പീച്ച് റോസ്. അങ്ങനെ ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എപ്പിഗൈനസ്. എപ്പിഗൈനസിൽ ഇൻഫീരിയർ ആയിരിക്കും ഓവറി ആൻഡ് ഓൾ അതർ പാർട്സ് അറൈസ് അബവ് ഇറ്റ്. ക്ലിയർ ആണോ? അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ, ഗുവാവ ആൻഡ് ക്യൂക്കുംബർ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഡയഗ്രാംസ് ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു ഡയഗ്രാമാണ്. ബിക്കോസ് ഇവർ പെരിഗൈനസിന് നമുക്ക് 2 ഡയഗ്രാം ഉണ്ട് മക്കളെ. ഹൈപ്പോഗൈനസിന് ഒരു സിംഗിൾ ഡയഗ്രാം മാത്രമേ ഉള്ളൂ. എപ്പിഗൈനസിനും ഒരു സിംഗിൾ ഡയഗ്രാം മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. എന്നാൽ പെരിഗൈനസിന് നമുക്ക് 2 ഡയഗ്രാംസ് ഉണ്ട്. സോ രണ്ടും എക്സാമിന് വന്നേക്കാം. ക്ലിയർ? അതിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ടാബുലാർ കോളം തരും. ടാബുലാർ കോളത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്ത് തരും? ഡയഗ്രാംസ് തരും. ഡയഗ്രാംസ് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ക്വസ്റ്റ്യൻ. ചിലപ്പം A1, B2, C3, D4 ഇങ്ങനെ തരും. അപ്പം നമ്മൾ എന്താ നോക്കുകയെന്നോ? നമ്മൾ നോക്കുക 4 ഡയഗ്രാം, 4ഉം ഡിഫറെൻറ്റ്. 4ഉം എന്താവണം? ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് തന്നെ ആവണം. ലൈക്ക് A1, B2, C3 ആൻഡ് D4. ഇങ്ങനെയായിരിക്കും ഫസ്റ്റത്തെ ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് A1, B2, C2, D3. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല തറോ ആയിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, കൺഫ്യൂഷനോടുകൂടെ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഓടിച്ചു പോയൊരു കുട്ടീനെ സംബന്ധിച്ച് ഇങ്ങനത്തെ റിപ്പീറ്റിംഗ് ഓപ്ഷൻസ് കണ്ടാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അതെങ്ങനെ ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? കാരണം ഇവർ നോക്കുന്നത് ഈ 4 ഡയഗ്രാംസാണ്. 4 ഡിഫറെൻറ്റ് ഡയഗ്രാംസ് ആണ്. അപ്പോൾ എന്തായാലും ഒരേ ആൻസേഴ്സ് വരത്തില്ല. സോ ഇതിനെ എലിമിനേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പെരിഗൈനസ് എന്ന് പറയുന്ന കണ്ടീഷന് തന്നെ 2 ഡയഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഹൈപ്പോഗൈനസിന് ഒരു ഡയഗ്രാം, പെരിഗൈനസിന് 2 ഡയഗ്രാം, എപ്പിഗൈനസിന് ഒരു സിംഗിൾ ഡയഗ്രാം. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സി ഫസ്റ്റ് വൺ നോക്കുക. ദിസ് ഇസ് ദ ഹൈപ്പോഗൈനസ് കണ്ടീഷൻ. എന്തായിരുന്നു ഹൈപ്പോഗൈനസ് കണ്ടീഷൻ? ഗൈനീഷ്യം വിൽ ബി സുപ്പീരിയർ. ഗൈനീഷ്യം സുപ്പീരിയർ ആയിരിക്കും, ഓവറി സുപ്പീരിയർ ആയിരിക്കും. ഗൈനീഷ്യം എവിടെ ആയിരിക്കും? മേലെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഓവറി സുപ്പീരിയർ ആയിരിക്കും, എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? കാരണം എൻക്ലോസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ ഓവറി എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ആണ്. ഓവറിൻ്റെ മേലേക്കാണ് ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്? അറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ മക്കളെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? സോ ഇവിടെ ഓവറി എൻക്ലോസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇയാൾ എപ്പിഗൈനസ് ആണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. ഇവിടെ നോക്ക്, ഇവിടെ മാർജിൻ ഓഫ് ദി തലാമസിലാണ് കാണുന്നത്. സോ ഇതെന്താണ്? പെരിഗൈനസ് ആണ്. ഇവിടെയും മാർജിൻ ഓഫ് ദി തലാമസിലാണ് മക്കളെ കാണുന്നത്, പെരിഗൈനസ് ആണ്. സോ ഇത് രണ്ടും പെരിഗൈനസ് കണ്ടീഷനാണ് കാണിക്കുന്നത്. ബിയും സിയും പെരിഗൈനസ് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, ദിസ് ഇസ് എപ്പിഗൈനസ് കണ്ടീഷൻ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്ത് വെക്കണം. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേ മതിയാവും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഇതോടുകൂടെ നമ്മളുടെ ഹൈപ്പോഗൈനസ്,
പെരിഗൈനസ് എപ്പിഗൈനസ് കണ്ടീഷൻസും തീർന്നു. ആൻഡ് ഫ്ലവേഴ്സിൻ്റെ നമ്മളുടെ ഡയഗ്രത്തിൽ തരുന്ന റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പം ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന ഫ്ലവേഴ്സിന് തന്നെ ഇപ്പം നമ്മൾ ലീഫ് എടുത്തു. ലീഫിനെ പറ്റി പഠിച്ചപ്പം ലീഫിൻ്റെ പാർട്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഫ് ബേസ്, അതുപോലെ തന്നെ പീറ്റിയോള്, ലാമിന, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള മിഡ് വെയിൻസ്, മിഡ് റിബ് എക്സെട്ര. ഓക്കെ, അതിൽ റാച്ചിസിന് ഏത് കണ്ടീഷനിലാണ് പറയുക ആ ഒരു മിഡ് വെയിനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സ്റ്റെം എടുത്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോഡ്, ഇൻ്റർനോഡ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്ലവേഴ്സിൻ്റെ പാർട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. റൈറ്റ്, ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഫ്ലോറൽ അപ്പൻഡേജസ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇതിൽ ഏതൊക്കെയാണ് നമ്മളുടെ ആക്സസറി ഓർഗൻസ് എന്നും ഏതൊക്കെയാണ് ഇവിടെ ഫ്ലവേഴ്സിനെ പറ്റി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ഏതൊക്കെയാണ് ആക്സസറി ഓർഗൻസ് എന്നുള്ളത്. സോ ആക്സസറി ഓർഗൻസ് ആയിരുന്നു കാലിക്സ് ആൻഡ് കൊറോള. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിരുന്നു മക്കളെ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഇനി ഇവരെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ദാറ്റ് ഈസ് ഈ കാലിക്സ് തന്നെ കണ്ടീഷൻസ് കാണിക്കുന്നുണ്ട്. ഫ്ലവേഴ്സിന് നോർമലി എത്ര വോൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 4. ഇറ്റ് ഹാസ് 4 ഫ്ലോറൽ വോൾസ്. ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അതിൽ ഡൗട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഈ കാലിക്സ് തന്നെ 2 രീതിക്ക് നിൽക്കാം. ഓക്കെ, 2 ടൈപ്പ് ഓഫ് കാലിക്സസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് യുണൈറ്റഡ്. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഒക്കേഴ്സ് ആസ് എ ഫ്രീ കാലിക്സ്. ഇങ്ങനെയാകുമ്പം ഇതിനെ 2 നെയിംസിൽ അറിയപ്പെടുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓരോ ഫ്ലോറൽ വോൾസിനെ പറ്റിയിട്ടാണ് മക്കളെ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ ദ ഫസ്റ്റ് വോൾ ദാറ്റ് ഈസ് കാലിക്സ്. ആദ്യത്തേത് എന്തായിരുന്നു മക്കളെ? കാലിക്സ് ആണ്. സോ കാലിക്സ് ആണ് ഒരു ഫ്ലവറിൻ്റെ ഔട്ടർ മോസ്റ്റ് വോൾ എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് വോൾ എന്താണ്? ദാറ്റ് ഈസ് കാലിക്സ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ മെമ്പേഴ്സ് ആർ കോൾഡ് സെപ്പൽസ്. കാലിക്സ് എന്നുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സെപ്പൽസ്. കാലിക്സ് എന്നുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെപ്പൽസ് എന്ന് പറയും. സോ ജനറലി ഈ പറയുന്ന സെപ്പൽസ് എന്ത് കളറായിരിക്കും? ഗ്രീൻ കളറായിരിക്കും. അതുപോലെ ഇറ്റ് സീംസ് ടു ബി ലൈക്ക് എ ലീഫ്. അതെന്തിനെ പോലെ കാണാനുണ്ടാവും മക്കളെ? ഇറ്റ് സീംസ് ടു ബി ലൈക്ക് എ ലീഫ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ലീഫ് ലൈക്ക്. ഓക്കെ, ആൻഡ് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഔട്ടർ മോസ്റ്റ് വോൾ? അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ഔട്ടർ മോസ്റ്റ് എന്താണ്? നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളെ പല കാര്യത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. റൈറ്റ്, ശരിയല്ലേ മക്കളെ? നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ കേസിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് വോൾ ആയിട്ടുള്ള കാലിക്സ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ഇൻ ദ ബഡ് സ്റ്റേജ്. ബഡ് സ്റ്റേജിൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? കാലിക്സ് ആണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ബഡ് സ്റ്റേജിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന വോൾ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് വോൾ വിച്ച് ഇസ് നോൺ ആസ് കാലിക്സ്. കാലിക്സ് എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സോ ബഡ് സ്റ്റേജിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാലിക്സ് ആണ്. ദാറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സ്റ്റേജ്. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കാലിക്സിൻ്റെ സിംഗിൾ വേർഡ്സ് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് സെപ്പൽ. കാലിക്സിൻ്റെ സിംഗിൾ എന്താണ്? ദാറ്റ് ഈസ് സെപ്പൽസ്. എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് സെപ്പലിൻ്റെ? ദാറ്റ് ഈസ് ഗ്രീൻ ആയിരിക്കും ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഇറ്റ് വിൽ ബി ഗ്രീൻ ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. സി, ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളുടെ ബഡ് സ്റ്റേജ് ഉണ്ടാവുക. സോ ഈ ബഡ് സ്റ്റേജിൻ്റെ മേലെ നിങ്ങൾ ഇനി നോക്കുക. വീട്ടിലൊക്കെ പല കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഉള്ളവരുണ്ടാകും. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് വേൾ ആയിട്ട് ഇങ്ങനെ ഗ്രീൻ കളർ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ആൻഡ് ദിസ് ഈസ് ദ കാലിക്സ്. ഇതാണ് മക്കളെ കാലിക്സ് എന്ന് പറയുന്നത്. ഇതാണ് കാലിക്സ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? ഇനി ഈ കാലിക്സ് ഇഫ് ദ സെപ്പൽസ്, ഈ പറയുന്ന സെപ്പൽസ് ഇങ്ങനെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഗാമോസെപ്പാലസ്. യുണൈറ്റഡ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഗാമോസെപ്പാലസ്. ആൻഡ് ഇഫ് ദ സെപ്പൽസ് ആർ ഫ്രീ, സെപ്പൽസ് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പോളിസെപ്പാലസ്. ക്ലിയർ ആണോ? വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്ത് വെച്ചോ. സെപ്പൽസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളിസെപ്പാലസും, സെപ്പൽസ് യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗാമോസെപ്പാലസും ആണ്. സെപ്പൽസ് യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗാമോസെപ്പാലസും, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളിസെപ്പാലസ് എന്നുമാണ് നമ്മൾ പറയാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? സോ കാലിക്സ് എന്തൊക്കെയാ? പെട്ടെന്ന് പറഞ്ഞേ, റിവൈസ് ചെയ്തതിൻ്റെ കൂടെ. കാലിക്സ് ഇസ് നോൺ ആസ്, ഇറ്റ് ഈസ് ദ സെപ്പൽ. സെപ്പൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കാലിക്സ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കാലിക്സ് ഇറ്റ് സീംസ് ടു ബി ലൈക്ക്, അതിൻ്റെ സെപ്പൽസ് എങ്ങനെയാണ്? ഇറ്റ് സീംസ് ടു ബി ലൈക്ക് എ ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ് വിൽ ബി ഗ്രീൻ ഇൻ കളർ
ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ flower from the bud stage. ആ bud സ്റ്റേജിൽ ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? That is this calyx. It is the outermost wall. And if it is united, if the sepals are united, it is known as എന്തായിരുന്നു? Sepals united ആണെങ്കിൽ ഇതിന് എന്താ വിളിക്കുക മക്കളെ? That is gamosepalous എന്നും. And if the sepals are free, it is known as polysepalous. Clear ആയോ? ഓക്കെ ആണല്ലോ മക്കളെ. ഇനി അടുത്ത നമ്മളുടെ വോൾ എന്തായിരുന്നു? അടുത്ത ലെയർ എന്തായിരുന്നു? ദാറ്റ് ഇസ് കൊറോള. സോ കൊറോള ഈസ് കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ്. നമ്മൾ പറഞ്ഞു കാലിക്സ് ഇസ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്. സെപ്പൽസുകൾ കൂടിയിട്ടാണ് മക്കളെ കാലിക്സ് ആവുന്നത്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ പെറ്റൽസ് അടങ്ങിയതാണ് എന്ത്? കൊറോള എന്ന് പറയും. കാലിക്സ് സെപ്പൽസ് ആണ്. ഇനി പെറ്റൽസ് ആണ് മക്കളെ എന്ത്? ദാറ്റ് ഇസ് കൊറോള. ക്ലിയർ ആയോ? പെറ്റൽസ് ആണ് മക്കളെ കൊറോള എന്ന് പറയും. സി, പെറ്റൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് സീംസ് ടു ബി ബ്രൈറ്റ്ലി കളേർഡ്, റൈറ്റ്? അതല്ലേ നമ്മൾക്ക് ഒരു ഫ്ലവറിനോട് അട്രാക്ഷൻ തോന്നിക്കാനുള്ള റീസൺ. സെപ്പൽസ് ഇങ്ങനെ നല്ല ഡിഫറെൻറ്റ് കളറിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പൽസ് വഴി നമുക്ക് അട്രാക്ഷൻ തോന്നും. ബട്ട് യു ഹാവ് ടു തിങ്ക് ദാറ്റ് അവിടെ കാലിക്സോ സെപ്പൽസോ ബ്രൈറ്റ്ലി കളേർഡ് അല്ല. ഇറ്റ് സീംസ് ടു ബി ജസ്റ്റ് ലൈക്ക് ലീഫ് ലൈക്ക് സ്ട്രക്ചർ, റൈറ്റ്? അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ് സ്റ്റേജിൽ ഒരു ഫ്ലവറിനെ കാണുമ്പം നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ടോ? വാവ്, ഇറ്റ് ഇസ് നൈസ് എന്നൊക്കെ പറയും ആരെങ്കിലും ചെന്നിട്ട്? നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ ബഡ് സ്റ്റേജിൽ ഒരു പ്ലാന്റിൻ്റെ ഒരു ബഡ് സ്റ്റേജ് വരുമ്പം നമ്മൾ അതിനെ ചെന്ന് നോക്കിയിട്ട് ഓ ദിസ് ഇസ് നൈസ്, ഈ ഒരു ഫ്ലവർ അടിപൊളിയാണ് നമ്മൾ പറയോ? ഇല്ല, ബിക്കോസ് അവിടെ ഒരു അട്രാക്റ്റീവ് പോർഷൻ ഇല്ല. എന്നാൽ പെറ്റൽസിൻ്റെ കേസിൽ അങ്ങനെയല്ല. പെറ്റൽസ് ആർ ബ്രൈറ്റ്ലി കളേർഡ്. അതാണ് ശരിക്കും ഒരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. സോ പെറ്റൽസ് ആർ യൂഷ്വലി ബ്രൈറ്റ്ലി കളേർഡ് ടു അട്രാക്ട് ഇൻസെക്ട് ഫോർ പോളിനേഷൻ. പോളിനേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ഇൻസെക്ട്സ് വരണം. ഇൻസെക്ട്സ് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അട്രാക്ഷൻ തോന്നണം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നാനുള്ള റീസൺ ഈ പെറ്റൽസ് ആണ്. ക്ലിയർ ആണോ മക്കളെ? സോ ലൈക്ക് കാലിക്സ്, കൊറോള ആൻഡ് മേ ഓൾസോ ബി ഗാമോപെറ്റാലസ്, ദാറ്റ് ഈസ് പെറ്റൽസ് യുണൈറ്റഡ്, ഓർ പോളിപെറ്റാലസ്, ദാറ്റ് ഈസ് പെറ്റൽസ് ഫ്രീ. ഈ പറയുന്ന കാലിക്സ് ഞാൻ പറഞ്ഞു യുണൈറ്റഡ് ആണോ, എന്നാൽ അവർ ഗാമോസെപ്പാലസ് എന്നും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളിസെപ്പാലസ് എന്നും നമ്മൾ പറയും. അതുപോലെ തന്നെ കൊറോള ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പോളിപെറ്റാലസ് എന്ന് വിളിക്കും. യുണൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഗാമോപെറ്റാലസ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഗാമോപെറ്റാലസും പോളിപെറ്റാലസും. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഫ്ലവേഴ്സിലും ഈ പറയുന്ന പെറ്റൽസ് ഒരേ കളറിലാവണമെന്നില്ല, ഒരേ ഷേപ്പിലാവോ? ഹിബിസ്കസ് എടുക്കുക. ഹിബിസ്കസിൻ്റെ പെറ്റൽസ് പോലെയാണോ മക്കളെ റോസിൻ്റെ പെറ്റൽസ് ഉള്ളത്? ലോട്ടസിൻ്റെ പെറ്റൽസ് പോലെയാണോ ലില്ലിയുടെ പെറ്റൽസ് ഉള്ളത്? ഈച്ച് ആൻഡ് എവറിത്തിങ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഡിഫറെൻ്റ്ലി കളേർഡ്, റൈറ്റ്? ഹിബിസ്കസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബ്രൈറ്റ് റെഡ്. ഓക്കെ, ബ്രൈറ്റ് റെഡ് ഉണ്ട്, ലൈറ്റ് പീച്ച് ഉണ്ട്, ഇങ്ങനെ കളേഴ്സ് ഉണ്ട്. സോ ഒരു റോസ് നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന പെറ്റൽസ് ഇറ്റ് മേ വേരി ഇൻ കളർ, ഇൻ ഷേപ്പ്, എക്സെട്ര. ക്ലിയർ ആണോ? ഇവരൊക്കെ എന്ത് ചെയ്യും? വേരി ചെയ്യും. സോ ദ ഷേപ്പ് ആൻഡ് കളർ ഓഫ് കൊറോള വേരി ഗ്രേറ്റ്ലി ഇൻ പ്ലാന്റ്സ്. കൊറോള മേ ബി, കൊറോളയുടെ ഷേപ്സ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഷേപ്സ് വേരി ചെയ്യുന്നത് നമുക്കറിയാം. സോ ഇറ്റ് മേ ബി ട്യൂബുലാർ. ഏതൊക്കെ ഷേപ്പിലാവാം മക്കളെ? ഇറ്റ് മേ ബി ട്യൂബുലാർ, ബെൽ ഷേപ്ഡ്, ഫണൽ ഷേപ്ഡ് ഓർ വീൽ ഷേപ്ഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ട്യൂബുലാർ ഷേപ്ഡ് ആവാം, ബെൽ ഷേപ്ഡ് ആവാം, അതുപോലെ തന്നെ വീൽ ഷേപ്ഡ് ആവാം, ഫണൽ ഷേപ്ഡ് ആവാം. ഇറ്റ് മേ ബി ട്യൂബുലാർ, ബെൽ ഷേപ്ഡ്, വീൽ ഷേപ്ഡ്, ഫണൽ ഷേപ്ഡ്. ഇത്തരം ഷേപ്സിലൊക്കെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? കൊറോള കാണാൻ പറ്റും. കൊറോള എന്ന് വെച്ചാൽ എന്താണ്? പെറ്റൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ മക്കളെ? അട്രാക്റ്റീവ് പോർഷൻ ഏതാണെന്ന് ക്ലിയർ ആയോ? ഫസ്റ്റ് പോർഷൻ ആണോ? ദ ഫസ്റ്റ് ലെയർ ആണോ അട്രാക്റ്റീവ്? അല്ല, ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കാലിക്സ് ആണ്, എന്ന് വെച്ചാൽ സെപ്പൽസ് ആണ്. അത് ഗ്രീൻ ലൈക്ക് സ്റ്റേജ്, ഗ്രീൻ ലീഫ് ലൈക്ക് സ്റ്റേജ് അല്ലെങ്കിൽ കളറിലാണ്, ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഷേപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് സീംസ് ടു ബി ലൈക്ക്, ലുക്ക് ലൈക്സ് വാട്ട്? ഗ്രീൻ ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ പറഞ്ഞത് കൊറോളനെ പറ്റിയിട്ടാണ്. അതിൻ്റെ പെറ്റൽസ് എന്ന് പറയുന്നത് വെരി ഗ്രേറ്റ്ലി ഇൻ ഷേപ്പ് ആൻഡ് ഇറ്റ്സ് കളർ ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും, വിച്ച് അട്രാക്ട്സ് ദ ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ. സോ ആ ഒരു പെറ്റൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് പോളിനേഷൻ നടക്കുന്നത് ഫ്ലവേഴ്സിൽ. അതർവൈസ് പോളിനേഷൻ വോണ്ട് ബി ഒക്കർ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഷോപ്പിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടേജിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾക്ക് അട്രാക്ഷൻ തോന്നണം. അതിനോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നുമ്പോഴാണ് ഓക്കെ ദേ മേ ഹാവ് സം ഗുഡ് കളക്ഷൻസ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരാം, റൈറ്റ്? അതുപോലെ തന്നെ ഇൻസെക്ട്സിനും ഈ പറയുന്ന പെറ്റൽസ് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ദേ ഫീൽ സം അട്രാക്ഷൻ ഓവർ ദാറ്റ്. അവർക്കൊരു അട്രാക്ഷൻ തോന്നും.
സോ ഇങ്ങനെ അട്രാക്ഷൻ തോന്നുമ്പോഴാണ് അവർ അങ്ങോട്ട് അടുത്തേക്ക് വരിക. അടുത്തേക്ക് വന്നാലല്ലേ പോളിനേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഈ പറയുന്ന ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഐ എം സീയിങ് ദാറ്റ് ദേ വിൽ ബി ഹാവിങ് ഗുഡ് collections of dresses or they will be having good stuffs എന്നിങ്ങനെ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ഇഫ് ഐ ആം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഷോപ്പ്, whether something will happen there, whether that stuffs will come to me, never. അതെന്തായാലും പോസിബിൾ അല്ല. സോ ഐ ഹാവ് ടു എൻറ്റർ ടു ദാറ്റ്, ഐ ഹാവ് ടു ബി അട്രാക്റ്റഡ് ടു ദാറ്റ്. ആ അട്രാക്ഷന് കാരണക്കാരാരാവണം? ആ പറയുന്ന അവിടെ ഫ്രണ്ടേജിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സ്റ്റഫ്സ് ആവണം. റൈറ്റ്, ക്ലിയർ അല്ലേ മക്കളെ? സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന പെറ്റൽസ് അല്ലെങ്കിൽ കൊറോളയാണ് അട്രാക്റ്റീവ് പോർഷൻ എന്നും അതാണ് ഇൻസെക്ട്സിൻ്റെ പോളിനേഷന് ഒരു റീസൺ ആവുന്നത് എന്നും. ക്ലിയർ ആയല്ലോ? അതിന് ഏതൊക്കെ ഷേപ്സ് ഉണ്ടാവാം? ഇറ്റ് മേ ബി ട്യൂബുലാർ, ബെൽ ഷേപ്ഡ്, വീൽ ഷേപ്ഡ്, ഫണൽ ഷേപ്ഡ് എക്സെട്ര. ക്ലിയർ? ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? എയ്സ്റ്റിവേഷൻ ആണ്. നിങ്ങളിപ്പം പറയുന്ന സെപ്പൽസ് പഠിച്ചു, പെറ്റൽസ് പഠിച്ചു എന്ന് വെച്ചാൽ ആക്സസറി ഓർഗൻസ് പഠിച്ചു. ഒരു ഫ്ലവറിൻ്റെ ആക്സസറി ഓർഗൻ 2 ആയിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ക്യാലിക്സ് ആൻഡ് കൊറോള എന്ന് വെച്ചാൽ സെപ്പൽസും പെറ്റൽസും. ഈ പറയുന്ന ക്യാലിക്സിനെ പറ്റിയിട്ടും കൊറോളനെ പറ്റിയിട്ടും മക്കൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി ഇവരുടെ അറേഞ്ച്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കാര്യമാണ് മക്കളെ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എയ്സ്റ്റിവേഷൻ. ഓക്കെ, സെപ്പൽസും പെറ്റൽസും ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്നതിൻ്റെ ബേസിസിൽ പഠിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറ്റി പഠിക്കുന്നതിനാണ് മക്കൾ എന്ത് വിളിക്കുന്നത്? എയ്സ്റ്റിവേഷൻ. ക്ലിയർ ആയോ? സോ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് or petals in a floral bud with respect to other members of the same whorl is known as എയ്സ്റ്റിവേഷൻ. സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എയ്സ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ ബേസിസിലാണെന്ന് നമ്മൾ പറയാം? വിൽ കമ്പയർ ഇറ്റ് വിത്ത് അതർ വേൾഡ്സ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഓക്കെ, ആ വേൾഡ്സിലെ തന്നെ മറ്റു ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഇവരെ പഠിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? സോ എയ്സ്റ്റിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട ഏതൊക്കെ ടൈപ്സ് ഓഫ് എയ്സ്റ്റിവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ ഡയഗ്രാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് മക്കളെ? 3 കാര്യങ്ങളാണ്. എയ്സ്റ്റിവേഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസും ഡയഗ്രാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എയ്സ്റ്റിവേഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് വാൾ വെയ്റ്റ്, ട്വിസ്റ്റഡ് അങ്ങനെ പഠിക്കാനല്ല. എന്താണ് വാൾ വെയ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്വിസ്റ്റഡ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് വരച്ചിട്ട് പഠിക്കാം. ഓക്കെ, വരച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ആയിക്കോളും. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, സോ എയ്സ്റ്റിവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് sepals or petals in a floral bud with respect to the other members of the same whorl is known as എയ്സ്റ്റിവേഷൻ. Clear? And the main types of എയ്സ്റ്റിവേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് മക്കളെ പറയുന്നത്. That is valvate, twisted, imbricate and the last one is vexillary. അതിൽ ട്വിസ്റ്റഡ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ട്വിസ്റ്റഡ് എന്നുള്ള വേർഡ് കേട്ടാൽ നിങ്ങൾ ആ ഡയഗ്രാം ഒരു തവണ നോക്കിയാൽ നിങ്ങൾക്കത് മൈൻഡിൽ നിന്നോളും, മാറത്തില്ല. നിങ്ങൾക്ക് മാറാൻ പോകുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് വാൾവെയ്റ്റ് ആൻഡ് ഇംപ്രിക്കേറ്റ്. വാൾവെയ്റ്റും ഇംപ്രിക്കേറ്റും ആണ് നിങ്ങൾക്ക് മാറുന്നത്. ട്വിസ്റ്റഡും വെക്സിലറി നിങ്ങൾക്ക് മാറില്ല. അത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. വെക്സിലറി കംപ്ലീറ്റ്ലി വെറൈറ്റിയാണ്, അത് നിങ്ങൾക്ക് മാറില്ല. നിങ്ങൾക്ക് മാറാൻ പോകുന്നത്, കൺഫ്യൂസ്ഡ് ആവാൻ പോകുന്നത് വാൾവെയ്റ്റും ഇംപ്രിക്കേറ്റും ആണ്. അത് രണ്ടും ആദ്യം പഠിക്കാം നമുക്ക്. ഓക്കെ, ടെക്സ്റ്റിൽ അങ്ങനെയല്ല ഓർഡർ, ബട്ട് ഞാൻ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാൾവെയ്റ്റും ഇംപ്രിക്കേറ്റും ആദ്യം പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ആൻഡ് ട്വിസ്റ്റഡും അതുപോലെ തന്നെ നമ്മളുടെ വെക്സിലറിയും മാറത്തില്ല. ഒന്നും കൂടെ നിങ്ങൾക്ക് മൈൻഡിൽ സെപ്പറേറ്റ്ലി നിൽക്കുന്ന ഒരു സംഭവമാണ് വെക്സിലറി, പിന്നെ ട്വിസ്റ്റഡും. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഫസ്റ്റ് നമ്മൾക്ക് എന്ത് പഠിക്കാം? വാൾവെയ്റ്റ് എയ്സ്റ്റിവേഷൻ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. When the sepals or petals in a whorl just touch one another in the margin. മാർജിനിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. അവർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ തമ്മിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവരാണ് മക്കളെ വാൾവെയ്റ്റ് എയ്സ്റ്റിവേഷൻ എന്ന് പറയാം. അവരെയാണ് നമ്മൾ വാൾവെയ്റ്റ് എയ്സ്റ്റിവേഷൻ കാണിക്കുന്നവരെന്ന് വിളിക്കുക. ക്ലിയർ ആണോ? they will just touch each other. അപ്പോൾ എന്താണ്? when the sepals or petals in a whorl just touch one another at the margin without overlapping. this is very important word. without overlapping. ഞാൻ പറഞ്ഞു അവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് ഇതാ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. സോ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാൾവെയ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ദാറ്റ് ഈസ് കാലോട്രോപ്പിസ്. അതിൻ്റെ എക്സാമ്പിളാണ് കാലോട്രോപ്പിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സെഡ് ടു ബി വാൾവെയ്റ്റ്. ക്ലിയർ ആയോ എന്താണ് വാൾവെയ്റ്റ് എന്നുള്ളത്? ഓക്കെ ആണോ മക്കളെ?
സോ എക്സാമ്പിൾ എന്താണ്? കാലോട്രോപ്പിസ്. വാൾ വെയ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്, നമുക്കൊന്നും കൂടെ ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. വാൾ വെയ്റ്റിൻ്റെ എക്സാമ്പിളാണ് കാലോട്രോപ്പിസ്. കാലോട്രോപ്പിസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംബ്രിക്കേറ്റ് ആണ്. സി, ഇഫ് ദ മാർജിൻസ് ഓർ സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് വൺ അനദർ ബട്ട് നോട്ട് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇംബ്രിക്കേറ്റിൻ്റെ പ്രത്യേകത, വോൾവേറ്റ് ഇവിടെ ഓവർലാപ്പിംഗ് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. ഇംബ്രിക്കേറ്റിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഒന്നുമില്ല, ഇഷ്ടമുള്ള പോലെ ഓവർലാപ്പ് ചെയ്യാണ്. അതായത് ഇപ്പം ഫസ്റ്റത്തെ ഓവർലാപ്പിംഗ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓവർലാപ്പിംഗ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഈ ഒരു പൊസിഷനിലായിരിക്കും. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ലാതെ എന്ന് പറയുന്നത്? അതായത് ഫസ്റ്റത്തെ ഓവർലാപ്പിംഗ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓവർലാപ്പിംഗ് ഈ ഒരു മോഡലായിരിക്കും, അടുത്ത ഓവർലാപ്പിംഗ് വീണ്ടും ഇങ്ങനെ ആയിരിക്കും, ആൻഡ് നെക്സ്റ്റ് ഓവർലാപ്പിംഗ് വീണ്ടും ഇങ്ങനെ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല. ചിലപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ഓവർലാപ്പിംഗ് വരാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ്, പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. ദേ മേ ബി ഓവർലാപ്പിംഗ് ഇൻ എനി കൈൻഡ് ഓഫ് ഡിറക്ഷൻ, റൈറ്റ്? ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ. ക്ലിയർ ആയോ? വീണ്ടും പറയാണ്, വാൾവേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാൾവേറ്റ് എന്ന് വെച്ചാൽ ദേ ആർ ജസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ, ജസ്റ്റ് ടച്ച് ചെയ്യുന്നുള്ളൂ, നോ ഓവർലാപ്പിംഗ്. ഓക്കെ. ഇനി ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ഒക്കേഴ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ലാണ്ട് ഓവർലാപ്പ് ചെയ്യുന്നതാണ് മക്കളെ ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പീ ബീൻ. സോറി, ഇംബ്രിക്കേറ്റിൻ്റെ എക്സാമ്പിൾ അല്ലേ മക്കളെ നമ്മൾ പറയുന്നത്? ഇംബ്രിക്കേറ്റിൻ്റെ എക്സാമ്പിളാണ് കാസിയ, ഗുൽമോഹർ. ഇംബ്രിക്കേറ്റിൻ്റെ എക്സാമ്പിളാണ് മക്കളെ കാസിയ ആൻഡ് ഗുൽമോഹർ. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. സോ വാൾവേറ്റ് പറഞ്ഞു, വാൾവേറ്റിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു കാലോട്രോപ്പിസ്. അടുത്തത് നമ്മൾ ഇംബ്രിക്കേറ്റ് പഠിച്ചു, ഇംബ്രിക്കേറ്റിൻ്റെ എക്സാമ്പിളാണ് കാസിയ, ഗുൽമോഹർ. ക്ലിയർ ആണോ? കാസിയ ആൻഡ് ഗുൽമോഹർ. ഒന്നും കൂടെ പറഞ്ഞുതരാം. വാൾവേറ്റിൻ്റെ പ്രത്യേകത, ദേ ആർ ജസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ വിതൗട്ട് ഓവർലാപ്പിംഗ്. അതിൻ്റെ എക്സാമ്പിൾ കാലോട്രോപ്പിസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇംബ്രിക്കേറ്റ്, ദേ ആർ ഓവർലാപ്പിംഗ് ഈച്ച് അതർ നോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ഒരു പെർട്ടിക്കുലർ ഡിറക്ഷൻ ഇല്ല, ആസ് സച്ച് ദേ വാണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, there occurs the overlapping condition. സോ അങ്ങനെയാണ് ഓവർലാപ്പിംഗ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ കാസിയ, ഗുൽമോഹർ. ആൻഡ് ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഇംബ്രിക്കേറ്റ് കണ്ടീഷൻ. ഇതാണ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി മാറിപ്പോകാൻ ചാൻസ് ഉള്ള രണ്ടെണ്ണം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ട്വിസ്റ്റഡ് ആണ്. ട്വിസ്റ്റഡ് ഭയങ്കര ഈസിയാണ്. ആ വേർഡിലുള്ളത് പോലെ തന്നെ ഇറ്റ് വിൽ ബി ട്വിസ്റ്റഡ് ടു ഈച്ച് അതർ. ദാറ്റ് ഈസ് ഇഫ് one of the margin of appendage overlaps that of the next one and so on, it is known as twisted. അതായത് ഒരു പെട്ടൽ ഒന്നിനെ ഓവർലാപ്പ് ചെയ്യും, അടുത്തതിനെ ഓവർലാപ്പ് ചെയ്യും, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടേ പോവാണ്. സി, ലൈക്ക് ദിസ്. ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്നു, അടുത്തതിനെ ഓവർലാപ്പ് ചെയ്യുന്നു, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് പോവാണ്. സോ ഈ ഒരു കണ്ടീഷനാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? ട്വിസ്റ്റഡ് കണ്ടീഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ചൈന റോസ്. എക്സാമ്പിളാണ് മക്കളെ ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. ട്വിസ്റ്റഡിൻ്റെ എക്സാമ്പിൾ എന്താണ്? ചൈന റോസ്, ലേഡീസ് ഫിംഗർ ആൻഡ് കോട്ടൺ. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്വിസ്റ്റഡ് പഠിച്ചു, വാൾവേറ്റ് പഠിച്ചു, ഇംപ്ലിക്കേറ്റ് പഠിച്ചു. ഇനി ഇവരെ മൂന്ന് പേരെയും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതെന്തിനാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏത് രീതിക്കാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ് വൈസ് ചോദിക്കാം, നിങ്ങൾക്ക് ഡയഗ്രാം വൈസ് ചോദിക്കാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഫസ്റ്റ് വൺ എന്താണ്? ദാറ്റ് ഈസ് വാൾവേറ്റ്. ആദ്യത്തത് വാൾവേറ്റ് ആണ്. വാൾവേറ്റിൽ ജസ്റ്റ് അവർ തമ്മിലിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ, ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. സോ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് കാലോട്രോപ്പിസ്. ഫിനിഷ്ഡ്. ദെൻ നമ്മൾ പിന്നെ പഠിച്ചതാണ് ഇംപ്രിക്കേറ്റ്. ഇംപ്രിക്കേറ്റിൽ ഓവർലാപ്പിംഗ് ഒക്കേഴ്സ് നോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ഒരു പെർട്ടിക്കുലർ ഡിറക്ഷൻ ഒന്നും ഇല്ലാണ്ടാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഇംപ്രിക്കേറ്റ്. അതിന് എക്സാമ്പിൾ എന്തായിരുന്നു? ഗുൽമോഹർ ആൻഡ് കാസിയ. ഗുൽമോഹർ ആൻഡ് കാസിയ. ഇനി ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് എന്താണ്? ട്വിസ്റ്റഡ്. ട്വിസ്റ്റഡിൽ എന്ന് പറയുമ്പം ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അവിടെയും ഓവർലാപ്പിംഗ് ഉണ്ട്. സോ ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതിനാണ് നമ്മൾ ട്വിസ്റ്റഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ലേഡീസ് ഫിംഗർ, ചൈന റോസ് ആൻഡ് കോട്ടൺ. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് വെക്സില്ലറി. വെക്സില്ലറി ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് വെക്സില്ലറി? അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാപ്പിലോണേഷ്യസ് കണ്ടീഷൻ. വെക്സില്ലറി കണ്ടീഷൻ അല്ലെങ്കിൽ പാപ്പിലോണേഷ്യസ് കണ്ടീഷൻ എന്നും കൂടെ അതിനെ പറയാം. ക്ലിയർ ആണല്ലോ? എന്താണ് ഇവിടുത്തെ പ്രത്യേകത? സി, there are 5 petals. വെക്സില്ലറി കണ്ടീഷൻ കാണിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് 5 petals ഉണ്ടാകും. സോ they have 5 petals.
അതിൽ ലാർജസ്റ്റ് പെറ്റലിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സ്റ്റാൻഡേർഡ് പെറ്റൽ. ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് വൺ. ദ ലാർജസ്റ്റ് വൺ ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് വൺ. ഈ സ്റ്റാൻഡേർഡ് വൺ എന്ത് ചെയ്യും? 2 ലാറ്ററൽ വിങ് പെറ്റൽസ് ഉണ്ട്, അവരെ ഓവർലാപ്പ് ചെയ്യും. ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് വിങ്സ്. അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 2 ലാറ്ററൽ വിങ് പെറ്റൽസ് തന്നെ പഠിച്ചു വെക്കുക. മറ്റത് ലാറ്ററൽ പെറ്റൽസ് ബ്രാക്കറ്റിൽ വിങ്സ് ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ ഇതിൽ ലാറ്ററൽ പെറ്റൽസ് ഏതാണ്, അതുപോലെ തന്നെ ആൻറ്റീരിയർ പെറ്റൽസ് ഏതാന്നുള്ള ഡൗട്ട് ഉണ്ടാകും. നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക, ലാറ്ററൽ വിങ് പെറ്റൽസ് അങ്ങനെ പഠിച്ചു വെച്ചോ, അപ്പം മാറത്തില്ല. സോ 5 പെറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ്. ആ ലാർജസ്റ്റ് പെറ്റലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 2 ലാറ്ററൽ പെറ്റൽസ് ആണ്. ആ ലാറ്ററൽ എങ്ങനെ പഠിക്കാനാണ് പറഞ്ഞത്? ലാറ്ററൽ വിങ് പെറ്റൽസ്. അടുത്തത് എന്തായിരുന്നു മക്കളെ? 2 ലാറ്ററൽ വിങ് പെറ്റൽസ്. സോ ഈ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്തിനെ ഓവർലാപ്പ് ചെയ്യും? നമ്മളുടെ 2 ലാറ്ററൽ വിങ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യും. ഇറ്റ് ഓവർലാപ്സ് 2 ലാറ്ററൽ വിങ് പെറ്റൽസ് ആൻഡ് വിച്ച് ഇൻ ടേൺ ഓവർലാപ്പ്. ഇനി ഈ ലാറ്ററൽ വിങ് പെറ്റൽസ് ആരെ ഓവർലാപ്പ് ചെയ്യും? ആൻറ്റീരിയർ പെറ്റൽസ്. ആൻറ്റീരിയർ പെറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കീൽ പെറ്റൽസ്. എന്താണ്? കീൽ പെറ്റൽസ്. ദ സ്മോളസ്റ്റ് ആൻറ്റീരിയർ കീൽ പെറ്റൽസ് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയോ? സോ 3 ടൈപ്സ് ഓഫ് പെറ്റൽസ് നമുക്ക് വെക്സിലറി എസ്റ്റിവേഷനിൽ പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ മക്കളെ? 3 ടൈപ്സ് ഓഫ് പെറ്റൽസ് ആണ് നമുക്ക് വെക്സിലറി എസ്റ്റിവേഷനിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ലാർജസ്റ്റ് സ്റ്റാൻഡേർഡ് പെറ്റൽ ആൻഡ് ദിസ് സ്റ്റാൻഡേർഡ് പെറ്റൽ ഓവർലാപ്സ് ദ 2 ലാറ്ററൽ വിങ് പെറ്റൽസ് ആൻഡ് ഇറ്റ് അഗെയിൻ ഓവർലാപ്സ് ദ സ്മോളസ്റ്റ് 2 ആൻറ്റീരിയർ പെറ്റൽസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? സോ ഇത്രയാണ് നമുക്ക് 5 പെറ്റൽസ് എന്ന് ഇവിടെ പറയാൻ കാരണം. 2 ആൻറ്റീരിയർ സ്മോളസ്റ്റ് ആൻറ്റീരിയർ കീൽ പെറ്റലും പിന്നെ അത് 2 ലാറ്ററൽ വിങ് പെറ്റൽസും പിന്നെ ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽസും. സോ 5 പെറ്റൽസ് അടങ്ങിയതാണ് മക്കളെ വെക്സിലറി എസ്റ്റിവേഷൻ. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? എക്സാമ്പിൾസ് ആണ് പീ ആൻഡ് ബീൻ. എക്സാമ്പിൾസ് ആണ് പീ ആൻഡ് ബീൻ. നമുക്കിവിടെ എക്സാമ്പിൾസ് മാത്രം ഒന്ന് എഴുതി വയ്ക്കാം. സോ വോൾവേറ്റിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് കാലോട്രോപ്പിസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ട്വിസ്റ്റഡ്. സെക്കൻഡ് വൺ എന്താണ്? ട്വിസ്റ്റഡ്. ട്വിസ്റ്റഡിൻ്റെ എക്സാമ്പിളാണ് മക്കളെ ചൈന റോസ്, ചൈന റോസ്, ലേഡീസ് ഫിംഗർ, ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. ക്ലിയർ ആണോ? ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. ഇനി അടുത്തത് എന്തായിരുന്നു? തേർഡ് വൺ ദാറ്റ് ഈസ് ഇംബ്രിക്കേറ്റ്. സോ ഇംബ്രിക്കേറ്റിൻ്റെ എക്സാമ്പിൾസ് എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് കാസിയ, ഗുൽമോഹർ. കാസിയ ആൻഡ് ഗുൽമോഹർ. ദെൻ ഫോർത്ത് വൺ ദാറ്റ് ഈസ് വെക്സിലറി. വെക്സിലറിയുടെ എക്സാമ്പിളാണ് പീ, ബീൻ. ഇത്രയും എക്സാമ്പിൾസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. വോൾവേറ്റിൻ്റെ എന്താണ് മക്കളെ? കാലോട്രോപ്പിസ്. ട്വിസ്റ്റഡിൻ്റെ ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. ഇംബ്രിക്കേറ്റിൻ്റെത് കാസിയ, ഗുൽമോഹർ, വെക്സിലറി, പീ, ബീൻ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഇതോടുകൂടെ നമ്മളുടെ എസ്റ്റിവേഷൻ എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു എസ്റ്റിവേഷൻ? സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എസ്റ്റിവേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമുക്ക് 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. വോൾവേറ്റ് എസ്റ്റിവേഷൻ, വെക്സിലറി എസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ ആൻഡ് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. ഇതിൽ ആർക്കൊക്കെയാണ് ഓവർലാപ്പിംഗ് ഉള്ളത്? വോൾവേറ്റിനല്ലാത്ത ബാക്കി എല്ലാവർക്കും ഓവർലാപ്പിംഗ് ഉണ്ട്. വോൾവേറ്റ് മാത്രമേ ഓവർലാപ്പിംഗ് ഇല്ലാതെ ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് പഠിക്കാനും ഒന്നും കൂടെ ഈസിയാണ്. അടുത്തത് ഒന്നും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ആളാരാണ് ഈ പറയുന്ന എസ്റ്റിവേഷനിൽ? ആൻഡ് ദാറ്റ് ഈസ് വെക്സിലറി എസ്റ്റിവേഷൻ. ദേ ഹാവ് 5 petals. The largest standard petal which overlaps the 2 lateral wing petals and which overlap the 2 anterior smaller keel petals. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? പിന്നെ ട്വിസ്റ്റഡ്, ഒന്നൊന്നിനെ ട്വിസ്റ്റ് ചെയ്ത് ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനാണ് ട്വിസ്റ്റഡ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഇംബ്രിക്കേറ്റ്. ഇംബ്രിക്കേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷേ നോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ നമ്മളുടെ ഡയഗ്രാംസ് ആണ് മക്കളെ അടുത്തത്. സി, നിങ്ങൾ തന്നെ നോക്ക്, ഇവിടെ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ദേ ആർ ജസ്റ്റ് ടച്ചിങ്. ഓക്കെ, ടച്ച് ചെയ്തു ചെയ്തില്ല അങ്ങനെ പറയുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? വോൾവേറ്റ് ആയിരിക്കും. വോൾവേറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇവിടെ നോക്ക്, സി, ഓവർലാപ്പ് ചെയ്തു, വീണ്ടും ഓവർലാപ്പ് ചെയ്തു, ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരികയാണ്. ഇതിങ്ങനെ പോകുന്നു. ക്ലിയർ ആയോ മക്കളെ? സി, ഇവിടെ നോക്ക്, ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
ക്ലിയർ ആണല്ലോ? ഒന്നിൻ്റെ മേലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ട്വിസ്റ്റഡ്. ഇനി ഇവിടെ നോക്കുക. ഇവിടെ എന്താ മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒന്നിൻ്റെ മേലെ ഇത് ട്വിസ്റ്റ് ചെയ്യുന്നു. ഇത് അകത്തേക്കാണെങ്കിൽ ഇത് പുറത്തേക്കാകുമ്പോഴാണല്ലോ നമ്മൾ ട്വിസ്റ്റഡ് എന്ന് പറയാം. കുറേ പേർക്കുള്ള ഡൗട്ടാണ്, മാം എങ്ങനെയാണ് അപ്പോൾ ട്വിസ്റ്റഡും അതുപോലെ തന്നെ ഇംബ്രിക്കേറ്റും തമ്മിൽ മനസ്സിലാവാന്ന്. നിങ്ങൾ ഇത് നോക്ക്. സി, ഇതിൽ ഒരു ഭാഗം പുറത്തേക്കാണെങ്കിൽ അടുത്ത ഭാഗം അകത്തേക്കാണ്. ഇനി അടുത്ത ഈ വേൾഡിനടുത്ത് നോക്കിയാൽ ഇത് അകത്തേക്കാണ്, ഇത് പുറത്തേക്കാണ്. അല്ലാതെ രണ്ടും അകത്തേക്കോ രണ്ടും പുറത്തേക്കോ ആയിട്ട് നിൽക്കത്തില്ല. ബിക്കോസ് ഓവർലാപ്പിംഗ് ഒക്കേഴ്സ് എന്നാണ് നമ്മൾ ട്വിസ്റ്റഡിൽ പഠിച്ചത്. അറ്റ് ദ സെയിം ടൈം ഇംപ്രിക്കേറ്ററിൽ അവിടെയും ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്, നോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ എന്ന് പറയാം. സി, ഇതിൻ്റെ രണ്ട് സൈഡും അകത്തേക്കാണ്. എന്നാൽ ഇതിൻ്റെ ഒരു സൈഡ് പുറത്തേക്കും ഒരു സൈഡ് അകത്തേക്കും, ഇതും ഒന്ന് പുറത്തേക്കും ഒന്ന് അകത്തേക്കും, ഇത് രണ്ടും പുറത്തേക്കാണ്. ഇത് ഹാസ് നോ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഒന്നുമില്ല. എന്നാൽ ട്വിസ്റ്ററിൽ ഉണ്ട്. അതെങ്ങനെയാണ്? ഒന്ന് പുറത്തേക്കും ഒന്ന് അകത്തേക്കുമായിട്ടാണ് നിൽക്കുക. ക്ലിയർ ആയോ? സോ ഇങ്ങനെയാണ് നമ്മൾ ട്വിസ്റ്റഡും ഇംപ്രിക്കേറ്റും ഡയഗ്രാംസ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ഇംപ്രിക്കേറ്റ്. ഇതെന്താണ് മക്കളെ? ഇംപ്രിക്കേറ്റ് ആണ്. ഇനി ഇത് ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞല്ലോ, ഒരു വെറൈറ്റിയാണ്, ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളവരാണ്. എന്ത്? വെക്സില്ലറി എന്ന് പറയും. വെക്സില്ലറി. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് പെറ്റൽ. ഇതാണ് മക്കളെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ലാർജസ്റ്റ് പെറ്റൽ. അത് എത്ര എണ്ണം ഉണ്ട്? സിംഗിൾ വൺ. റൈറ്റ്. ഇനി അത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് രണ്ട് ലാറ്ററൽ വിങ് പെറ്റൽസിനെയാന്ന് പറഞ്ഞു. സോ ഇതാണ് ആ ലാറ്ററൽ വിങ് പെറ്റൽ. ഇതാണ് മക്കളെ ആ ലാറ്ററൽ വിങ് പെറ്റൽ. ക്ലിയർ ആയോ? സോ അത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന എന്തിനെയാണ്? ഈ ഒരു സ്മോളസ്റ്റ് ആൻറ്റീരിയർ പെറ്റലിനെയാണ്. ഈ ഒരു സ്മോളസ്റ്റ് ആൻറ്റീരിയർ പെറ്റലിനെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? സോ ഇത് രണ്ടെണ്ണം, ഇതും രണ്ടെണ്ണം, ഇതൊന്ന്. സോ ടോട്ടൽ എത്രണ്ണായി? 2 + 2 + 1 ദാറ്റ് ഈസ് 5. അതുകൊണ്ടാണ് 5 പെറ്റൽസ് ഉണ്ട് വെക്സിലറി ഈസ്റ്റിവേഷൻ്റെ കേസിൽ എന്ന് പറയുന്നത്. എക്സാമിന് ഇനി അങ്ങനെ തന്നെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക? ആ ഒരു ഡയഗ്രാം വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതും അതിൻ്റെ തന്നെ ഡയഗ്രാംസ് ആണ്. സി, ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. തമ്മിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു, ഓവർലാപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇത് നമ്മൾക്ക് വാൾ വെയിറ്റ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സോ ഒന്ന് അകത്തേക്ക് ഒന്ന് പുറത്തേക്ക്, വീണ്ടും ഇത് അകത്തേക്ക് പുറത്തേക്ക് അകത്തേക്ക് പുറത്തേക്ക്, ഒരു കൈൻഡ് ഓഫ് ഓവർലാപ്പിംഗ് അവിടെ നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ട്വിസ്റ്റഡ്. എന്തോ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ഡയറക്ഷൻ അതിനുണ്ട്. റൈറ്റ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇവിടെ നോക്കുക, ഇത് കംപ്ലീറ്റ്ലി അകത്തേക്കാണ്, ഒന്ന് പുറത്തേക്കും ഒന്ന് അകത്തേക്കുമാണ്. സോ അതോടുകൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഇംപ്രിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ലാതെ പോകുന്ന ആൾ ഇത് ഇംപ്രിക്കേറ്റ് ആണ്. ഇനി അടുത്ത ഇവിടെ നോക്ക്. ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ഈസ്റ്റിവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ലാർജസ്റ്റ് സ്റ്റാൻഡേർഡ് പെറ്റലുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ലാറ്ററൽ പെറ്റലുണ്ട്, അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കീൽ പെറ്റലുണ്ട്. സോ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും മക്കളെ? എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും? പറ. എന്താണ്? വെക്സില്ലറി ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഈസ്റ്റിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഈസ്റ്റിവേഷൻ ക്ലിയർ ആയല്ലോ? അതിൻ്റെ ഡയഗ്രാംസും അതിൻ്റെ എക്സാമ്പിൾസും എല്ലാം പഠിക്കണം, കണ്ടീഷൻസും പഠിക്കണം. ക്ലിയർ ആണോ മക്കളെ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ദാറ്റ് ഈസ് അബൌട്ട് ആൻഡ്രീഷ്യം. സി, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് എന്ത് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ് മക്കളെ? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റെയ്മൻ. ആൻഡ്രീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റെയ്മൻ. കുറേ പേർക്ക് മാറിപ്പോകും, സ്റ്റെയ്മൻ ആണോ കാർപ്പലാണോ എന്നുള്ളത്. പഠിച്ചേ പറ്റൂ. ആൻഡ്രീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റെയ്മൻസ്. ക്ലിയർ? each stamen which represent the male reproductive organ. സ്റ്റേമൻ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റേമൻ്റെ അതിൻ്റെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. സോ ദി സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് എ സ്റ്റാക്ക് ഓർ എ ഫിലമെൻറ്റ്. സ്റ്റേമനിൽ എന്തുണ്ടാകും? ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ ഒരു ഫിലമെൻറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെയായിട്ട് എന്തുണ്ടാകും? ആന്തർ ഉണ്ടാകും. എന്താ മക്കളെ ഉണ്ടാവുക? ആന്തർ ഉണ്ടാകും. സ്റ്റേമൻ എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന് ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ ഒരു ഫിലമെൻ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റാക്ക് അല്ലെങ്കിൽ ഒരു ഫിലമെൻ്റ് ഉണ്ടാകും. മേലെ എന്തുണ്ടാകും? ഒരു ആന്തറും ഉണ്ടാകും. മേലെ ആന്തറും ഉണ്ടാകും. സി, ആന്തറിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ആന്തറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിക്കുന്നോ? നമ്മുടെ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതിൽ ആന്തറിൻ്റെ ബൈലോബ്ഡ് അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ പിക്ചറൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ ഞാൻ അത് നല്ല വൃത്തിക്ക് പറഞ്ഞുതരും. ഇവിടെ ഇത്ര ഓർത്ത് വയ്ക്കുക.
സ്റ്റേമൻ എന്ന് പറയുന്നത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഈ സ്റ്റേമൻസ് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് മക്കളെ? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. സോ സ്റ്റേമൻ എന്തുണ്ട്? ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ ഫിലമെന്റ് ഉണ്ട് വിത്ത് ആന്തർ, ഒരു ആന്തറും ഉണ്ടാവും. ക്ലിയർ ആണ്? ഓക്കെ, ആന്തറും അതിനുണ്ടാകും. ഇനി ആന്തറിന്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ഈച്ച് ആന്തർ ഈസ് യൂഷ്വലി ബൈലോബ്ഡ്. ഓരോ ആന്തറും എന്താണ് മക്കളെ? ഇറ്റ് ഈസ് യൂഷ്വലി ബൈലോബ്ഡ് ആൻഡ് ഈച്ച് ലോബ് ഹാസ് 2 ചേമ്പേഴ്സ്. ബൈലോബ്ഡ് ആണ്. അതിൽ ഓരോ ചേമ്പറിലും എന്തുണ്ടാവും? ഓരോ ലോബിലും 2 ചേമ്പർ ഉണ്ടാവും. ആന്തർ ബൈലോബ്ഡ് ആണ്. അതിൽ ഓരോ ലോബിലും 2 ചേമ്പേഴ്സ് വീതം ഉണ്ടാകും. ക്ലിയർ ആണോ? ഓരോ ലോബിലും 2 ചേമ്പേഴ്സ് വീതം ഉണ്ടാകും. ആൻഡ് ആ ചേമ്പേഴ്സിനാണ് മക്കളെ പൊള്ളൻ സാക്സ് എന്ന് പറയുന്നത്. നോക്കുക, സി, ഇതാണ് നമ്മളുടെ സ്റ്റേമൻ. ഇവിടെയാണ് എന്തുണ്ടാവുക? ആന്തർ ഉണ്ടാവുക. ഇനി ഈ ആന്തറിൻ്റെ പ്രത്യേകതയാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ആന്തർ എന്ന് വിചാരിക്കുക. ഈ ആന്തർ ബൈലോബ്ഡ് ആണ്. ഈ ആന്തർ എന്താണ്? ബൈലോബ്ഡ് ആണ്. ഇനി ഈ ഓരോ ബൈലോബ്ഡിലും, അതായത് ഇതൊരു ലോബും ഇതൊരു ലോബും, ഈ ലോബിൽ 2 ചേമ്പർ ഉണ്ടാകും. ഈ ലോബിലും 2 ചേമ്പർ ഉണ്ടാകും. ക്ലിയർ ആയോ? ആന്തർ ബൈലോബ്ഡ് ആണ്. ഓരോ ലോബിലും എന്തുണ്ടാകും മക്കളെ? 2 ചേമ്പർ വീതം ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അവരാണ് മക്കളെ എന്ത്? ആ ചേമ്പറാണ് പൊള്ളൻ സാക്സ്. ആ ചേമ്പറാണ് പൊള്ളൻ സാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തിനാണ് ഈ പൊള്ളൻ സാക്സ്? പൊള്ളൻ ഗ്രെയിൻസ് വേണ്ട റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിലേ. സോ ഈ പൊള്ളൻ ഗ്രെയിൻസ് എവിടെയാണ് ഉണ്ടാവുക? പൊള്ളൻ സാക്സിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? അതിവിടെ പറയുന്നുണ്ട്, പൊള്ളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പൊള്ളൻ സാക്സ്. പൊള്ളൻ ഗ്രെയിൻസ് എവിടെയാണ് മക്കളെ ഉണ്ടാവുന്നത്? പൊള്ളൻ സാക്സിലാണ് ഉണ്ടാവുന്നത്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സ്റ്റേമനെ വിളിക്കുന്നതാണ് സ്റ്റെറൈൽ സ്റ്റേമൻ എന്ന് പറയും. ആൻഡ് ദ സ്റ്റെറൈൽ സ്റ്റേമൻ ഈസ് കോൾഡ് സ്റ്റാമിനോഡ്. സ്റ്റെറൈൽ സ്റ്റേമനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാമിനോഡ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഇത്രയാണ് ആദ്യത്തെ നമ്മളുടെ ആൻഡ്രീഷ്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. വീണ്ടും പറയാണ്, സ്റ്റാക്ക് ഓർ ഫിലമെന്റ് ആന്തർ. ആന്തർ ഈസ് ബൈലോബ്ഡ് ആൻഡ് ഈച്ച് ലോബ് ഹാസ് 2 ചേമ്പേഴ്സ്. ആന്തർ ബൈലോബ്ഡ് ആണ്. ഓരോ ലോബിലും എന്തുണ്ടാകും? 2 ചേമ്പേഴ്സ് വീതം ഉണ്ടാകും. ക്ലിയർ ആയോ? ഇനി ഈ പറയുന്ന സ്റ്റേമൻസ്, ഒരു ഫ്ലവറിൽ സ്റ്റേമൻസ് എങ്ങനെ നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് അയാളെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സി, ഇഫ് ദ സ്റ്റേമൻസ് ഓഫ് എ ഫ്ലവർ ഇസ് യുണൈറ്റഡ്. സ്റ്റേമൻസ് യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, if the stamens is united with other members such as petals or among themselves. stamens united ആയിട്ട് നിൽക്കാം, യുണൈറ്റഡ് അല്ലാണ്ടേ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ആരുമായിട്ടാണ് ഇവർ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുക? പെറ്റൽസുമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റേമൻ പെറ്റലുമായിട്ട് യുണൈറ്റഡ് ആയിട്ട് നിൽക്കാം, യുണൈറ്റഡ് അല്ലാണ്ട് നിൽക്കാം, അല്ലെങ്കിൽ സ്റ്റേമനുമായിട്ട് തന്നെ യുണൈറ്റഡ് ആയിട്ടും യുണൈറ്റഡ് അല്ലാണ്ടേ നിൽക്കാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് ഉള്ളത്. സോ ഇഫ് ദ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെറ്റൽസ്, സ്റ്റേമൻസ് പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എപ്പിപെറ്റാലസ്. നമ്മൾ നേരത്തെ പെറ്റൽസിൻ്റെ കേസിൽ പെറ്റൽസ് യുണൈറ്റഡ് ആണെങ്കിൽ ഗാമോപെറ്റാലസ് എന്നും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോളിപെറ്റാലസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? സ്റ്റേമൻസ് പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എപ്പിപെറ്റാലസ്. എന്താണ് മക്കളെ? എപ്പിപെറ്റാലസ്. എപ്പിപെറ്റാലസ് കണ്ടീഷൻസ് കാണിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എപ്പിപെറ്റാലസ് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ബ്രിഞ്ചാൾ എപ്പിപെറ്റാലസ് കണ്ടീഷൻ കാണിക്കുന്ന ഒരാളാണ്. ഇനി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് എപ്പിഫില്ലസ്. എപ്പോഴാണ് എപ്പിഫില്ലസ് എന്ന് വിളിക്കുക? ഈ പറയുന്ന സ്റ്റേമൻ ആരുമായിട്ട് അറ്റാച്ച് ചെയ്യണം? പെരിയാന്തുമായിട്ട് അറ്റാച്ച് ചെയ്യണം. എന്താണ് പെരിയാന്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കാലിക്സ് കൊറോള എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അവരെ സെപ്പറേറ്റ്ലി പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കണ്ടിട്ടാ ഇത് കാലിക്സ് ആണ്, ഇത് കൊറോളയാണ്, ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയുക. ആൻഡ് അത് കോമൺലി കാണുന്നത് ലിലിയേസിയെ ഫാമിലിയിലാണ്. ലിലിയേസിയെ ഫാമിലിയിലാണ് ഈ പെരിയാന്ത് എന്നുള്ള കണ്ടീഷൻ കാണുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പെരിയാന്തുമായിട്ട് അറ്റാച്ച്ഡ് ആണ് സ്റ്റേമൻ എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എപ്പിഫില്ലസ്. എന്താണ് പറയുക? എപ്പിഫില്ലസ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ലില്ലി. ഞാൻ പറഞ്ഞല്ലോ ലിലിയേസി എന്നുള്ള ഫാമിലിയിലാണ് ഈ ഒരു കണ്ടീഷൻ കോമൺലി കാണുന്നത്. സോ എക്സാമ്പിൾ എന്താണ്? ലില്ലി. എപ്പിപെറ്റാലസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്റ്റേമൻ പെറ്റലുമായിട്ട് യുണൈറ്റഡ് ആയി നിൽക്കുക. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിപെറ്റാലസ്. എക്സാമ്പിളാണ് ബ്രിഞ്ചാൾ. എപ്പിഫില്ലസ് എന്ന് പറഞ്ഞാൽ പെരിയാന്തുമായിട്ടാണ് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ലില്ലി. ക്ലിയർ ആണല്ലോ? ഇനി ദ സ്റ്റേമൻസ് ഇൻ എ ഫ്ലവർ മേ ബി എയ്തർ റിമെയിൻ ഫ്രീ. ഇനി സ്റ്റേമൻസ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കാം. ഓക്കെ, സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ, സ്റ്റേമൻ എന്ന് വെച്ചാൽ ആൻഡ്രീഷ്യം. ഓക്കെ, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ പെറ്റൽസ് ഫ്രീ ആണെങ്കിൽ പോളിപെറ്റാലസ്.
സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ പോളിസെപ്പാലസ് എന്നൊക്കെ പഠിച്ചതുപോലെ സ്റ്റേമൻസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ്രീഷ്യം അല്ലേ, സോ പോളിയാൻഡ്രസ്. എന്താണ് മക്കളെ? ദാറ്റ് ഈസ് പോളിയാൻഡ്രസ്. ക്ലിയർ? ഓർ മേ ബി യുണൈറ്റഡ് ഇൻ വേരിയിങ് ഡിഗ്രീസ്, അല്ലെങ്കിൽ ഇൻ വേരിയിങ് വേസിൽ ഇവർ യുണൈറ്റഡ് ആയിട്ട് നിൽക്കാം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത എന്താണ്? The stamens may be united into one bunch or one bundle. ഈ സ്റ്റേമൻസ് ഒക്കെ കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു ബണ്ടിലായിട്ട് നിൽക്കാം. അങ്ങനത്തെ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മോണോ അഡൽഫസ് എന്ന് പറയും. എന്താണ്? മോണോ അഡൽഫസ്. മോണോ എന്ന് വെച്ചാൽ സിംഗിൾ വൺ. അപ്പോൾ ഒരു സിംഗിൾ ബണ്ടിലായിട്ടാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മോണോ അഡൽഫസ്. ഇനി അതല്ല, ഈ മോണോ അഡൽഫസിന് പകരം രണ്ട് ബണ്ടിലായിട്ട് ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഡൈ അഡൽഫസ് എന്ന് പറയും. ഡൈ അഡൽഫസ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ ഒരു ബണ്ടിലായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ ബണ്ടിലാണെങ്കിൽ മോണോ അഡൽഫസ് എന്നും, ഡബിൾ ബണ്ടിലാണെന്നുണ്ടെങ്കിൽ ഡൈ അഡൽഫസ് എന്നുമാണ് പറയാം. ഡൈ അഡൽഫസിൻ്റെ എക്സാമ്പിൾ ആണ് മക്കളെ പി. എന്താണ് ഡൈ അഡൽഫസിൻ്റെ എക്സാമ്പിൾ? എന്താണ്? പി. ക്ലിയർ ആണോ? മോണോ അഡൽഫസിൻ്റെ എക്സാമ്പിൾ ആണ് മക്കളെ ചൈന റോസ്. മോണോ അഡൽഫസ് എന്ന് വെച്ചാൽ എന്താ? സിംഗിൾ ബണ്ടിൽ. അതിൻ്റെ എക്സാമ്പിൾ ചൈന റോസ്. ഡൈ അഡൽഫസ് എന്ന് വെച്ചാൽ ഡബിൾ ബണ്ടിൽ അല്ലെങ്കിൽ 2 ബണ്ടിൽസ്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ദാറ്റ് ഈസ് പി. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതല്ല, ഒന്നുമല്ല, രണ്ടുമല്ല, മൂന്നുമല്ല, മോർ ദാൻ 2 ലെയേഴ്സ്, മോർ ദാൻ 2 ബണ്ടിൽസ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പോളി അഡൽഫസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ദാറ്റ് ഈസ് പോളി അഡൽഫസ് എന്നാണ് മക്കളെ ഇയാളെ വിളിക്കുക. സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് സിട്രസ്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? സിട്രസ്. മോണോ അഡൽഫസിൻ്റെ എക്സാമ്പിൾ ചൈന റോസ്, ഡൈ അഡൽഫസിൻ്റെ എക്സാമ്പിൾ പി, പോളി അഡൽഫസിൻ്റെ എക്സാമ്പിൾ ആണ് സിട്രസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ എന്ത് ചെയ്യാം? വേരിയേഷൻസ് വരാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ലെങ്ത്, ഈ ഫിലമെന്റ് അല്ലെങ്കിൽ സ്റ്റാക്കിന്റെ ലെങ്ത്തിന് വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. ഈ ലെങ്ത്തിന്റെ വേരിയേഷൻ, ദർ മേ ബി വേരിയേഷൻ ഇൻ ദ ലെങ്ത് ഓഫ് ദ ഫിലമെന്റ്സ് വിത്തിൻ എ ഫ്ലവർ. ഈ ഫ്ലവറിന്റെ ബേസ് ചെയ്തിട്ട് ലെങ്ത്തിൽ വേരിയേഷൻ കാണും. അങ്ങനെ ലെങ്ത്തിൽ വേരിയേഷൻ കാണുന്ന ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ആണ് ദാറ്റ് ഈസ് സാൽവിയ, മസ്റ്റർഡ്. ഇവരിലൊക്കെ ഫിലമെന്റ്സിൻ്റെ ലെങ്ത്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇത്രയാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആൻഡ്രീഷ്യം എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? ആൻഡ്രീഷ്യം എന്ന് പറയുന്ന പോർഷനിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗൈനീഷ്യം പഠിക്കും. ഇനി ആ ഗൈനീഷ്യത്തിൻ്റെ കേസിലുള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ്. ഓക്കെ, ഒരു ഓവറിയിൽ ഒവ്യൂൾസ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യും, ആ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? സോ ഇതോടുകൂടെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഫ്ലവറിൻ്റെ പാർട്സ് നമ്മൾ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പിക്ചർ ഇവിടെ ഉണ്ട് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സി, ഇതാണ് ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. ഈ ഫ്ലവറിൽ ഇതാണ് ആൻഡ്രീഷ്യം. കാണുന്നുണ്ടോ മക്കളെ? ദിസ് ഈസ് ദ ആൻഡ്രീഷ്യം. ഓക്കെ, ഇതാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് എന്ത് മനസ്സിലാവുന്നോ? ഹൈപ്പോഗൈനസ് അല്ലെങ്കിൽ പെരിഗൈനസ് കണ്ടീഷൻ മനസ്സിലാവും. സി, ഇതാണ് നമ്മുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? കണ്ടോ? ഇതാണ് നമ്മളുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. സോ അതിനാണ് ഇവർ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തത്. ദിസ് ഇസ് ദ ആൻഡ്രീഷ്യം. ഇനി ഇതെന്താണ്? ഇതാണ് ഗൈനീഷ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കൊറോള എന്ന് വെച്ചാൽ എന്താണ്? പെറ്റൽസ്. കൊറോള എന്ന് വെച്ചാൽ പെറ്റൽസ് ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഇതല്ലേ പെറ്റൽസ് എന്ന് പറയുന്നത്? ബ്രൈറ്റ്ലി കളേർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കാലിക്സ് ആണ് ഔട്ടർ മോസ്റ്റ് വേൾ. കണ്ടല്ലോ? ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ബഡ് സ്റ്റേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, സെപ്പലാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? സോ അതാണ് കാലിക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് പെഡിസൽ. ഇനി ഇവിടെ ഇൻഡിവിജ്വലി തന്നിട്ടുണ്ട്. കണ്ടോ? ലീഫ് ലൈക്ക് ഗ്രീൻ സ്ട്രക്ചർ ദാറ്റ് ഇസ് കാലിക്സ്. ഇവർ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണോ? ഒരിക്കലും അല്ല. ഇനി അടുത്ത കൊറോള. ദിസ് ഇസ് മച്ച് അട്രാക്റ്റീവ്, റൈറ്റ്? കൊറോള എന്ന് വെച്ചാൽ എന്താണ്? പെറ്റൽസ് ആണ്. കാലിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്പൽസ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ആൻഡ്രീഷ്യം ആൻഡ് ദിസ് ഇസ് ദ ഗൈനീഷ്യം. ക്ലിയർ ആയല്ലോ മക്കളെ? ഇതൊക്കെ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് തറവായിട്ടിരിക്കണം. ക്ലിയർ ആണല്ലോ? സോ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഞാൻ ഇന്ന് എടുത്തത് വരെ മക്കളെല്ലാവരും 2 തവണ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതുപോലെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്ലിയർ ആണോ മക്കളെ? സോ until the next class, thank you. So work and prepare well. Thank you.